Hello, Assalamu alaikum warahmatullah. Dear students, welcome to Arabic Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ മൂന്നാമത്തെ യൂണിറ്റ് ആണ്. ഇന്നത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുന്ന അധ്യായമാണ്. An overview of India's diverse forest ecosystem. ഇന്ത്യയിലെ വൈവിധ്യപൂർണമായിട്ടുള്ള വന വിഭവങ്ങളെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഫോറസ്റ്റ് റിസോഴ്സസ്. ഇത് ഫോറസ്റ്റ് റിസോഴ്സസ് പഠിക്കുന്നത് ഒന്ന് ഇന്ത്യയുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ വനം വിഭവങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയകളിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, പ്രകൃതിപരമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് കൺസേർവ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റിൽ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫോറസ്റ്റ് അത് വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറയാം. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ക്ലൈമറ്റ്, സ്പീഷീസ് കോമ്പോസിഷൻ ആൻഡ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഈ ഒരു ക്ലാസിഫിക്കേഷന് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ക്ലൈമറ്റ്, അതുപോലെ തന്നെ സ്പീഷീസ് കോമ്പോസിഷൻ, ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് ക്ലൈമറ്റിന്റെ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഒരു ഉപദ്വീപാണ്. അതോടൊപ്പം തന്നെ വലിയ ഒരു വളരെ വിശാലമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭൂപ്രകൃതി ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലൈമറ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നോർത്തിലുള്ള ക്ലൈമറ്റ് അല്ല സൗത്തിലുള്ളത്, ഈസ്റ്റിലുള്ള ക്ലൈമറ്റ് അല്ല വെസ്റ്റിലുള്ളത്. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റും അതുപോലെ തന്നെ സ്പീഷീസ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഈ വനങ്ങളിലൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ജൈവവർഗങ്ങളുടെയൊക്കെ വൈവിധ്യങ്ങൾ അനുസരിച്ചൊക്കെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത്. പിന്നെ ക്രിട്ടിക്കൽ ഫോർ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെന്റ്. ഈ ഒരു ക്ലാസിഫിക്കേഷന് നടത്തുന്നത്, അതുപോലെ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതൊക്കെ എന്തിനാണ്? കുറെ കൺസർവേഷൻ പർപ്പസിനാണ് നമ്മളത്. അതായത് ഈ വനവൽക്കരണവും അതുപോലെ തന്നെ വനങ്ങളെ നശീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. അപ്പൊ ഇത് പ്രധാനമായിട്ട് അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് 6 എണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. 6 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ് ഇൻ ഇന്ത്യ. ഒന്ന് മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്, മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. അതുപോലെ തന്നെ ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, മൗണ്ടൈൻ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, സബ് ആൽപൈൻ ഫോറസ്റ്റ്, ആൽപൈൻ ഫോറസ്റ്റ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിലെ വനസാധ്യതകൾ, അല്ലെങ്കിൽ ഈ ഒരു മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും അതിലെ ഡെൻസിറ്റി എത്രത്തോളമാണ് ഓരോ ഏരിയയിലും വനത്തിന്റെ സാന്നിധ്യം, അതേപോലെ തന്നെ അത് എത്രത്തോളം അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതിന്റെ ഒരു മാപ്പാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതില് ഈ ടോട്ടലി ഇന്ത്യയിൽ വ്യാപിച്ചു കിടക്കുന്ന വന മേഖലകളെ 6 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നീട് ഈ 6 വിഭാഗങ്ങളെ വീണ്ടും സബ് ടൈപ്സ് ആയിട്ട്, അല്ലെങ്കിൽ സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതാണ് ഇനി ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖല വനങ്ങൾ എന്നാണ് അതിന് മലയാളത്തിൽ പറയാം, ഉഷ്ണമേഖല. അപ്പൊ മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈർപ്പമുള്ള ഉഷ്ണമേഖല ഫോറസ്റ്റ്. മോയിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു കുറച്ച് ഈർപ്പം ഇങ്ങനെ തങ്ങി നിൽക്കുന്ന. അപ്പൊ ഇതില് നമ്മൾ ഒരു 4 കാറ്റഗറി ഉണ്ട് ഈ മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. നമ്മൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, വലിയൊരു ചാപ്റ്റർ ആയിട്ടാണ് അതുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ കവർ ചെയ്ത് പോവാം. ഈ മോയിസ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ 4 വിഭാഗങ്ങളാണുള്ളത്. ഈ 4 എണ്ണത്തിൽ ഫസ്റ്റ് വരുന്നത്
ഫസ്റ്റ് വൺ ഈസ് ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല എന്നുള്ളതാണ്. വെറ്റ് എവർഗ്രീൻ, എവർഗ്രീൻ എന്നുള്ളത് കൊണ്ട് നമുക്ക് നിത്യഹരിത എന്നുള്ള അർത്ഥത്തിലാണ് എവർഗ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് വരുന്നത് ഉഷ്ണമേഖല നനഞ്ഞ നിത്യഹരിത വനങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും പശ്ചിമഘട്ടം, അതേപോലെ തന്നെ വടക്ക് കിഴക്കൻ ഇന്ത്യ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകള് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് ഉള്ളത്. അതോടൊപ്പം ഒരു വർഷത്തില് 2000 മുതൽ, അതാണ് റൈൻഫാൾ 2000 to 3000 മില്ലിമീറ്റർ പെർ ഇയർ. 2000 മുതൽ 3000 മില്ലിമീറ്റർ പെർ ഇയറിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. റെയിൻഫോളിന്റെ അളവാണ് സൂചിപ്പിക്കുന്നത്. 2000 മുതൽ 3000 വരെയുള്ള മഴയുടെ വർഷത്തിലാണ്, ഒരൊറ്റ മഴക്കല്ല, ഇത്രയും ഒരു വർഷത്തിൽ ആകെ ലഭ്യമാകുന്ന മഴയുടെ അളവാണ് പറയുന്നത്. ഇത് കാണുന്ന ലൊക്കേഷൻസ് ആണ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കേരള തീരങ്ങളിലൊക്കെ, പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഈ സൗത്ത് വെസ്റ്റിലായിട്ട് കാണുന്ന തീരദേശ പ്രദേശങ്ങളിലുള്ള മലമേഖലകളാണ്. വലിയ നമ്മൾ സഹ്യാദ്രി എന്നൊക്കെ പറയുന്ന, സഹ്യപർവ്വതങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രദേശങ്ങളെയാണ് വെസ്റ്റേൺ ഘട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് അതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, നോർത്ത് ഭാഗങ്ങളില്, നോർത്തിൽ തന്നെ ഈസ്റ്റേൺ ഭാഗങ്ങളില്, നമ്മൾ മേഘാലയ, സിക്കിം ഒക്കെ ഉള്ള പ്രദേശങ്ങളിൽ, പിന്നെ അണ്ടമാൻ നിക്കോബാർ ഐലൻഡ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒരു ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റുകളെ കാണപ്പെടുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഡെൻസ് ഫോറസ്റ്റ്, ഹൈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, വളരെ ഇടതൂർന്ന് നിൽക്കുന്ന വനങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ വൈവിധ്യമാർന്നിട്ടുള്ള സ്പീഷീസുകൾ അവിടെ കാണാൻ പറ്റും. സ്പീഷീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ ജീവവർഗങ്ങളുടെ വിവിധ ഇനങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും. അതാണ് ഈ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിലെ പ്രത്യേകത. ഇതിൽ സെക്കൻഡ് വൺ ഈസ് ട്രോപ്പിക്കൽ സെമി എവർഗ്രീൻ ഫോറസ്റ്റ്. നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ആണ്. ഇത് സെമി എവർഗ്രീൻ എന്ന് പറയുമ്പോൾ ഉഷ്ണമേഖല അർദ്ധനിത്യ ഹരിത വനങ്ങളാണ്. ഇതിന്റെ റെയിൻഫാൾ ആവറേജ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത് 1500 മുതൽ 2500 മില്ലിമീറ്റർ ആണ്. പിന്നെ ട്രാൻസിഷൻ ബിറ്റ്വീൻ എവർഗ്രീൻ ആൻഡ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്, അതായത് ഈ ഒരു ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിത്യഹരിത വനങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ ഇലപൊഴിയും വനങ്ങളിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ ആ ഒരു രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന വനങ്ങളായിരിക്കും കൂടുതലും. എവർഗ്രീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ ഇലപൊഴിയാത്ത മരങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില സീസണുകളിൽ ഇല പൊഴിഞ്ഞ് വരണ്ട് നിൽക്കുന്ന എല്ലാ സമയത്തും ഇലകൾ ഉണ്ടാവില്ല, ചില സമയങ്ങളിൽ ഇല പൊഴിയുന്ന മരങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. അങ്ങനെ ഉണ്ടാവും മരങ്ങളിൽ വ്യത്യസ്തമായ ചില വിന്റർ സീസണുകളിലൊക്കെ, നമ്മൾ ശരത്കാലം എന്നൊക്കെ പറയുമല്ലോ, ആ സമയങ്ങളിൽ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ മരങ്ങളിൽ ഇല പൊഴിയും. ചില മരങ്ങൾ അങ്ങനെ എല്ലാ സീസണെ അതിജീവിക്കുന്ന മരങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ഈ മരങ്ങളുടെ വിന്യാസമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ലോവർ സ്പീഷീസ് റിച്ച്നെസ്, നേരത്തെ പറഞ്ഞ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റിനെ അപേക്ഷിച്ച് ഇവിടുത്തെ സ്പീഷീസിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ അതിജീവന സാധ്യതകൾ കുറവാണ്. എന്നാൽ ഇല്ല എന്നല്ല, കുറവായിരിക്കും എന്നാണ് മനസ്സിലാക്കിയത്. പിന്നെ മറ്റൊന്ന് ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്. എന്ന് പറഞ്ഞ ഉഷ്ണമേഖല ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ, മോയ്സ്റ്റ് ആണ്, അതോടൊപ്പം ഡെസിഡ്യൂസ് ആണ്. ഇത് 1000 to 2000 മില്ലിമീറ്റർ പെർ ഇയർ ആണ്. ഇയറിൽ അതിന്റെ റെയിൻഫാളിന്റെ അളവാണ് കാണിക്കുന്നത്. അത്രയും വർഷത്തിൽ 1000 മുതൽ 2000 മില്ലിമീറ്റർ മഴയാണ് അവിടെ ലഭിക്കുന്നത്. ആ ഒരു വനമേഖലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വനമേഖലകളിലായിരിക്കും. അതിൽ തന്നെ ഓരോ വനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് അതിന്റെ പ്രത്യേകത, ഡെസിഡ്യൂസ് ട്രീസ് ആണ്, അവിടെ ഇലപൊഴിയുന്ന മരങ്ങളായിരിക്കും ഉണ്ടാവുക. പിന്നെ അതേപോലെ തന്നെ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ട്, ഏറ്റവും കൂടുതൽ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു വനങ്ങൾ കൂടിയാണ് ട്രോപ്പിക്കൽ മോയ്സ്റ്റ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഫോർത്ത് വൺ ഈസ് ലിറ്റോറൽ ആൻഡ് സ്വാംപ് ഫോറസ്റ്റ്. ലിറ്റോറൽ ആൻഡ് സ്വാംപ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചതുപ്പ് വനങ്ങളാണ്. തീരപ്രദേശങ്ങളിൽ അതേപോലെ തന്നെ വേലിയേറ്റം നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന, അതായത് ഈ കടലുകളിലൂടെയൊക്കെ ചേർന്ന് കിടക്കുന്ന വനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇതില് കണ്ടൽ കാടുകളൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക.
അതാണ് ചതുപ്പ് നിലങ്ങളായിരിക്കും അവിടുത്തെ പ്രത്യേകത. കോസ്റ്റ് ലൈൻ, ടൈഡൽ ആൻഡ് സ്വാമ്പി ഏരിയാസ്. സ്വാമ്പി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചതുപ്പ് നിലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ മാംഗ്രോവ്സ് ഉണ്ടാവും, അതായത് കണ്ടൽ കാടുകൾ ഉണ്ടാവും. പിന്നെ സാൾട്ട് ടോളറന്റ് സ്പീഷീസ്, അതായത് ലവണം, ഉപ്പ് ഉപ്പിനോട് സഹിഷ്ണുത കാണിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന മര മരങ്ങളും സസ്യലതാദികളൊക്കെയാണ് അവിടെ കൂടുതൽ കാണപ്പെടുക. നെക്സ്റ്റ് വൺ, ഇനി നമ്മൾ ഈ ആദ്യത്തിൽ 4 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ, അതിന്റെ എവിടേക്കാണ് ലൊക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്സ് ആണ് വരണ്ട ഉഷ്ണമേഖലാ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 3 കാറ്റഗറിയാണ്. ഈ വരണ്ട ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ 3 വിഭാഗങ്ങളാണ്. ഒന്ന് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഉഷ്ണമേഖല വരണ്ട ഇല പൊഴിയും വനങ്ങള്, പിന്നെ അതുപോലെ ഉഷ്ണമേഖല മുള്ളു വനങ്ങൾ, തോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മുള്ളു പോലെയുള്ള സസ്യങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഉഷ്ണമേഖല വരണ്ട നിത്യഹരിത വനങ്ങൾ, അങ്ങനെ ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇതില് ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കവറേജ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയുടെ 38.2% ഏതാണ്, ഈ ട്രോപ്പിക്കൽ ഡ്രൈ ഡെസിജിയസ് ഫോറസ്റ്റുകളാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീസണൽ ഡ്രോട്ട്, അത് ചില കാലങ്ങളിൽ പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലും മറ്റൊക്കെ ആയിട്ട് അവിടെ വരണ്ട അവസ്ഥകളായിരിക്കും. സ്പീസീസ് ലൈക്ക് ടീക്ക് ആൻഡ് സാൽ, അവിടെ വനങ്ങളിലെ തേക്ക് അതേപോലെ തന്നെ സാൽ മരങ്ങളൊക്കെയാണ് കൂടുതൽ കാണപ്പെടുന്നത്. സാൽ എന്നുള്ളത് ഒരു പ്രത്യേകം പിന്നെ ചില ഉഷ്ണമേഖല ഹൈ ഏരിയകളിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം മരത്തിന്റെ ഒരു പേരാണ് സാൽ മരം എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത് അത് 200 മുതൽ 800 മില്ലിമീറ്റർ മാത്രമാണ്. അപ്പൊ മഴയുടെ അളവ് കുറഞ്ഞു വരുന്ന ഒരു പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഷോർട്ട് ആയിട്ടുള്ള മരങ്ങളാണ്, അതായത് അത്ര ഭയങ്കര ഉയരമുള്ള മരങ്ങൾ അത് വളരെ കുറവായിരിക്കും. പിന്നെ തോണി ട്രീസ് ആണ്, അതായത് മുള്ളുകളൊക്കെ ഉള്ള മരങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ്, ഉഷ്ണമേഖല വരണ്ട നിത്യഹരിത വനങ്ങൾ. ഇത് കാണപ്പെടുന്നത് നമ്മുടെ അടുത്തുള്ള കർണാടക, അതേപോലെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ നമ്മുടെ അടുത്തുള്ള പ്രധാനപ്പെട്ട വനങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് അവർക്ക് ചെറിയ രൂപത്തിലൊക്കെ അതിന് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ബന്ദിപ്പൂര്, അതേപോലെ തന്നെ നമ്മുടെ മുത്തങ്ങ വനം വയനാട്ടിലും, അതേപോലെ തമിഴ്നാട്ടിലൂടെയും കർണാടകത്തിലൂടെയൊക്കെ പോകും. വനങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്ക് വനത്തിന്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാം. പിന്നെ ഇതിന്റെ കോസ്റ്റ് ഓഫ് കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്. പിന്നെ ലോ ഗ്രോയിങ് എവർഗ്രീൻ ട്രീസ്, വളരെ ചെറിയ അളവിൽ മാത്രമാണ് അവിടെ വളർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ വളരെ സാവധാനം വളരുന്നതും അതോടൊപ്പം എപ്പോഴും നിത്യഹരിതമായി നിൽക്കുന്നതാണ് ട്രോപ്പിക്കൽ ഡ്രൈ. വരണ്ടതാണെങ്കിൽ കൂടിയും എന്താണ് നിത്യഹരിതമായിട്ട് നിൽക്കുന്ന വനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് മൗണ്ടൈൻ ഉപോഷ്ണ മേഖല വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയരമുള്ള പർവ്വതങ്ങളിലും മറ്റൊക്കെ കാണപ്പെടുന്ന വനങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 3 തരത്തിലാണ് കാണുന്നത്. ഒന്ന് സബ് ട്രോപ്പിക്കൽ ബ്രോഡ് ലീവ്ഡ് ഹിൽ ഫോറസ്റ്റ്. നെക്സ്റ്റ് വൺ സബ് ട്രോപ്പിക്കൽ പൈൻ ഫോറസ്റ്റ്. തേർഡ് വൺ സബ് ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപോഷ്ണ മേഖല, അതാണ് സബ് ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഉപോഷ്ണ മേഖല, വിശാലമായ ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ ചൂട് ഉള്ള പ്രദേശങ്ങൾക്കാണല്ലോ നമ്മൾ ഉഷ്ണമേഖല എന്ന് പറയുന്നത്. ഇത് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് പിന്നെ ഏകദേശം 1000 മുതൽ 1700 മീറ്റർ ഉയരത്തിലാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 1700 മീറ്റർ വരെ ഹൈയിലായിരിക്കും ഈ ഒരു. പിന്നെ നമ്മുടെ ചെറിയ മലകളൊക്കെ നമ്മുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെ ഈ ഒരു ഹൈറ്റിലുള്ള മലനിരകളൊക്കെ കാണാൻ പറ്റും. നമ്മുടെ ഇപ്പൊ വയനാട്ടിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു 1000-2000 മീറ്റർ ഒക്കെ ഉയരത്തിലുള്ള മരങ്ങൾ നമുക്ക് വനനിരകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ മൂന്നാർ പോലെയുള്ള ചില ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ ഈ 1000 ഒക്കെ കൂടുതൽ വരും. പിന്നെ അതില് സദേൺ ഇന്ത്യയിലാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. കീ സ്പീഷീസ്, അവിടെ ഉള്ള മരങ്ങളെ കുറിച്ചാണ്. ഇതൊക്കെ ഓരോ മരങ്ങളുടെ ശാസ്ത്രീയ നാമങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കാലോഫിലം ഇലാറ്റും, അതേപോലെ തന്നെ ഡെൽബെർജിയ ലാറ്റിഫോലിയ എന്ന് പറയുന്ന 2 തരത്തിലുള്ള മരങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ കാണും. വേറെയും കുറേ ഉണ്ടാവും കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. കാരണം ഇത് സയന്റിഫിക് ആയിട്ടുള്ള രൂപത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
പിന്നെ പിന്നെ നെക്സ്റ്റ് ആണ് ഉപോഷ്ണ മേഖല പൈൻ വനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ചെറുപ്പൈന് അല്ലെങ്കിൽ അതിന്റെ ശാസ്ത്രീയ നാമമാണ് പിനസ് റോക്സ്ബെർഗി എന്ന് പറയുന്ന അങ്ങനെയുള്ള മരങ്ങളാണ് അവിടെ കൂടുതൽ. അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1000 മുതൽ 1800 മീറ്റർ ഹൈയിലായിരിക്കും അത് ഉണ്ടാവുക. ഈ പിന്നെ അതിന്റെ ഉയരം പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള മീറ്ററിലാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മൾ മലയാളത്തിലൊക്കെ പറയാറ് എവറസ്റ്റ് ഒക്കെ പറയുന്നത് അടിയിലാണ് പറയുക, ഫീറ്റിൽ പറയാറുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നല്ല വ്യത്യാസം ഉണ്ട്, ചെറുതല്ല. ഇപ്പോ 5000 അടി ഉയരത്തിൽ എന്ന് പറയുന്നതും 1000 മീറ്റർ ഉയരത്തിൽ എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിരിക്കും. പിന്നെ സബ് ട്രോപ്പിക്കൽ ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ്, അതാണ് മൂന്നാമത്തത് വരുന്നത്. ഉപേക്ഷണ മേഖല വരണ്ട നിത്യഹരിത വനങ്ങൾ അവിടെയുണ്ട്. ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റുകൾ ഹിമാലയൻ ഫുട് ഹിൽസിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നത്. ഈ ഒരു വനങ്ങൾ ഹിമാലയൻ മേഖലകളിലാണ്. അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മരത്തിന്റെ ശാസ്ത്രീയ നാമമാണ് കൊടുത്തിട്ടുള്ളത് ഒലിയ സുസ്പീഡാറ്റ എന്ന് പറയുന്നത്. സോറി, സുസ്പീഡാറ്റ അല്ല, കസ്ബിഡാറ്റ. ഒലിയ കസ്ബിഡാറ്റ എന്ന് പറയുന്ന ഒരു മരത്തിന്റെ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ മൗണ്ടൈൻ ടെമ്പറൈറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ, ടെമ്പറേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറയുന്നത് ഉഷ്ണമേഖല വനങ്ങളെ കുറിച്ചാണ്. ടെമ്പറേറ്റ് എന്ന് പറയുമ്പോൾ മിതോഷ്ണ മേഖലയാണ്. അത്രയും പിന്നെ പൂർണ്ണമായിട്ട് ഭയങ്കര ഉഷ്ണമേഖലയല്ല, അതിൽ നിന്നും കുറച്ചും കൂടി അതിന്റെ ഊഷ്മാവിന്റെ അളവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള മിതോഷ്ണ മേഖല വനങ്ങളാണ്. ഇതിൽ 3 കാറ്റഗറിയാണ്: മൗണ്ടൈൻ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ഹിമാലയൻ മോയിസ്റ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ്, ഹിമാലയൻ ഡ്രൈ ടെമ്പറേറ്റ് ഫോറസ്റ്റ്. വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ മൗണ്ടൈൻ നനഞ്ഞ മിതോഷ്ണ മേഖല വനങ്ങൾ എന്ന് പറയാം. അല്ലെങ്കിൽ വെറ്റ് മിതോഷ്ണ വനങ്ങൾ. പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് ഈ ചില വേർഡ്സിന്റെ ടെക്നിക്കൽ ടേംസിന്റെ മലയാളം കിട്ടുമെങ്കിൽ മലയാളത്തിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഡ്സുകൾ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ വെറ്റ് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്നുള്ളതിന്റെ ഇപ്പൊ ടെമ്പറേറ്റിനൊക്കെ മിതോഷ്ണ മേഖല എന്ന് പറയാം. വെറ്റ് എന്നുള്ളത് നനഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു സുഖക്കുറവ് ഉണ്ടാവും, അപ്പൊ നമുക്ക് അവിടെ വെറ്റ് തന്നെ എഴുതാം, ഇഷ്ടമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ഹിമാലയൻ ഈർപ്പമുള്ള മിതോഷ്ണ മേഖല വനങ്ങൾ, മിത ശീതോഷ്ണ മേഖല. ശീതോഷ്ണ അതായത് തണുപ്പും ചൂടും ഒരേപോലെ മിക്സ്ഡ് ആയിട്ട് വരുന്ന കാലാവസ്ഥയുള്ള പ്രദേശങ്ങളാണ് അത് ഈ പറയുന്നത് ടെമ്പറേറ്റ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് 1800 മുതൽ 3000 മീറ്റർ നല്ല ഹൈയിലായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും അത് ഹിമാലയൻ പോലെയുള്ള വലിയ ഉയരമുള്ള പിന്നെ പ്രദേശങ്ങളിലൊക്കെയാണ് കാണപ്പെടുക. ഡെൻസ് എവർഗ്രീൻ ട്രീസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ ഹിമാലയൻ മോസ്റ്റ് ടെമ്പറേച്ചറിൽ 1500 മുതൽ 3300 മീറ്റർ ഹൈയിലായിരിക്കും ഉണ്ടാവുക. അവിടെ ഓക്ക് മരങ്ങള്, പിന്നെ ഡിയോഡാർ മരങ്ങൾ. ഡിയോഡാർ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ദേവദാരു ഗണത്തിൽപ്പെടുന്ന മരങ്ങളൊക്കെയാണ്. അതായത് അങ്ങനെയുള്ള അതിന്റെ ഇലകളൊക്കെ എനിക്ക് കാണാൻ പറ്റും. നമ്മൾ സാധാരണ കാണുന്ന ഇലകളല്ല അവിടെ അതിന്റെ, ഈ ദേവദാരുവിന്റെ ഒക്കെ ഇലകൾ വ്യത്യാസം ഉണ്ടാവും. പൈൻ മരങ്ങളൊക്കെ അങ്ങനെ ഹയർ ഏരിയയിലാണ് കൂടുതൽ കാണപ്പെടാൻ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. അങ്ങനെ മലമ്പ്രദേശങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉയരത്തിലുള്ള വനങ്ങളിലേക്കൊക്കെ പോകുന്നവർക്ക് കാണാൻ പറ്റും. പിന്നെ ഹിമാലയൻ ഡ്രൈ ടെമ്പറേറ്റ് ഫോറസ്റ്റില് അത് 1700 മുതൽ 3000 മീറ്റർ ഹൈയിലാണ് ഈ ഹിമാലയൻ ഡ്രൈ ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. ഇതിലും അവിടെ പിനസ് ജെറാഡിയാന, അതേപോലെ തന്നെ സെഡ്രസ് ദിയോദാര തുടങ്ങിയ, ഈ സെഡ്രസ് ദിയോദാരയാണ് ശരിക്കും അത് ദേവദാരു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ഒരു പിന്നെ ഇനത്തിൽപ്പെടുന്നത്. നമുക്ക് പരിചയമുള്ളത് അതാണ്, മറ്റേത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലാത്ത മരങ്ങളെ കുറിച്ച്. പിന്നെ പിന്നെ അടുത്ത് വരുന്നത് അഞ്ചാമത്തെ ഒരു കാറ്റഗറി ക്ലാസിഫിക്കേഷനിൽ വരുന്ന സബ് ആൽപൈൻ ഫോറസ്റ്റുകളാണ്. ഇത് 3000 മീറ്ററിനും ഉയരത്തിലുള്ള അതിന്റെ അപ്പുറത്തുള്ള വലിയ പർവ്വത നിരകളിൽ കാണപ്പെടുന്ന വനങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതില് റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്ന തരത്തിൽ ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരങ്ങൾ, അതേപോലെ തന്നെ ബെറ്റൂല യൂക്ലീസ് എന്ന് പറയുന്ന മരങ്ങളൊക്കെയാണ് അവിടെ കാണപ്പെടുന്നത്. ഹിമാലയത്തിലൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇത്തരം മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയനിലാണ്. പിന്നെ മറ്റൊന്ന് ആൽപൈൻ ഫോറസ്റ്റ് ആണ്. ഈ ആൽപൈൻ ഫോറസ്റ്റിലെ ഈർപ്പമുള്ള ആൽപൈൻ സ്ക്രബ്, അതായത് കുറ്റിക്കാടുകൾ പോലെ വളരുന്ന മരങ്ങളാണ്. ഓക്കെ സബ്. ഇതും 5500 മീറ്റർ ഹൈയിലാണ്, അത്രയും മുകളിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എവറസ്റ്റിനൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെ ഷോർട്ട് ഹൈലി ബ്രാഞ്ചഡ് ട്രീസ്, ഡൊമിനന്റ് സ്പീഷീസ് റോഡോഡെൻഡ്രോൺ. ഇതും ഹിമാലയത്തിൽ തന്നെയാണ്
നേരത്തെ പറഞ്ഞിരുന്നു റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്ന ഈ പറഞ്ഞ പൈൻ പോലെ കാണുന്ന ചില മരങ്ങൾക്കാണ് ഈ റോഡോഡെൻഡ്രോൺ എന്ന് പറയുന്നത്. എനിക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കാണാൻ പറ്റും അതിന്റെ ഫോട്ടോസ് മറ്റും. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ അതിന്റെ ഇനങ്ങൾ, ക്ലാസിഫിക്കേഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇന്ത്യൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് പ്രധാനമായിട്ട് 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണ്. നിങ്ങൾക്ക് ചെറിയ ആൻസർ ഒക്കെ, ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തുകൊണ്ടാണ് 4 കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ 4 ഇമ്പോർട്ടന്റ് പോയിന്റുകൾ നമുക്കതിൽ പറയാൻ പറ്റും. ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ഇക്കോളജിക്കൽ റിച്ച്നെസ്, നമ്മുടെ ഇന്ത്യയുടെ പ്രകൃതിപരമായിട്ടുള്ള സമ്പന്നത, അതിന്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തത്, അഡ്രസ് വേരിയിങ് കൺസർവേഷൻ നീഡ്സ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഈ വനങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് വൺ, സ്റ്റഡി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട്സ്, ഇന്ത്യയിലെ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച്, അതിന്റെയൊക്കെ ഇമ്പാക്റ്റുകൾ ഈ വനങ്ങളിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. പിന്നെ മറ്റൊന്ന്, ഡെവലപ്പ് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ് പ്രാക്ടീസസ്, നമുക്ക് പിന്നെ വനങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം അതിനെക്കുറിച്ച് അതിന് സസ്റ്റൈനബിൾ ആയിട്ട്, അതായത് എന്ന് നിത്യമായിട്ട് ഇവിടെ നിലനിർത്താൻ ആവശ്യമായ അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള രൂപത്തിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുക, അതിന്റെ നയങ്ങൾ രൂപീകരിക്കുക, ഇതിനൊക്കെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ചുരുക്കി നമുക്ക് അതിന്റെ ഒരു ചാർട്ട് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റും. ഫോറസ്റ്റ് ടൈപ്പ്, അതിന്റെ സബ് ടൈപ്പുകൾ, അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്, റീജിയൻസ്, എനിക്ക് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ചാർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, മോയ്സ്റ്റ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, അതിൽ തന്നെ 4 എണ്ണമാണ് വരുന്നത്. വെറ്റ് എവർഗ്രീൻ, സെമി എവർഗ്രീൻ, മോയ്സ്റ്റ് ഡെസിജിയസ്, ലിറ്റോറൽ ആൻഡ് സാം. അതിന്റെ പ്രധാനപ്പെട്ട കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡെൻസ് ആയിരിക്കും, ഡൈവേഴ്സ് സ്പീഷീസ് ഉണ്ടാവും, മാംഗ്രൂവ്സ് പോലെയുള്ള വനങ്ങളൊക്കെയാണ് അതിൽ വരിക. പിന്നെ അത് വരുന്ന റീജിയൻസ്, വെസ്റ്റേൺ ഘട്ട്, പിന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ദ്വീപ സമൂഹങ്ങൾ. നെക്സ്റ്റ് വൺ, ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്. ഡ്രൈ ഡെസിജിയസ്, തോൺ ഫോറസ്റ്റ്, ഡ്രൈ എവർഗ്രീൻ തുടങ്ങിയിട്ടുള്ള സബ് ടൈപ്പുകളാണ് അതിൽ വരുന്നത്. പിന്നെ അതിൽ ഡ്രോട്ട് ടോളറന്റ് ആയിട്ടുള്ള മരങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. പിന്നെ ഇതിന്റെ റീജിയൻ വരുന്നത് സെൻട്രൽ ആരിഡ് റീജിയൻസ്, കോസ്റ്റൽ കർണാടക, പിന്നെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലേക്ക്. പിന്നെ മൗണ്ടൈൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ്, അത് ബ്രോഡ് ലെവൽ ഹിൽ ഫോറസ്റ്റ്, പൈൻ ഫോറസ്റ്റ്, ഡ്രൈ എവർഗ്രീൻ ഫോറസ്റ്റ്, 3 വിഭാഗങ്ങളാണ്. പിന്നെ അടുത്തത് മൗണ്ടൈൻ ടെമ്പറേറ്റ് ഫോറസ്റ്റിൽ 3 എണ്ണമാണ്. വെറ്റ് ടെമ്പറേറ്റ്, മോയിസ്റ്റ് ടെമ്പറേറ്റ്, ഡ്രൈ ടെമ്പറേറ്റ്. പിന്നെ വരുന്നത് സബ് ആൽപൈൻ ഫോറസ്റ്റ് ആണ്, സബ് ആൽപൈൻ. പിന്നെ ആൽപൈൻ ഫോറസ്റ്റിൽ മോയിസ്റ്റ് ആൽപൈൻ, സ്ക്രബ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ടൈപ്സ് കൂടിയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ റീജിയൻസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ലാസ്റ്റ് വരുന്ന 3 എണ്ണവും മൗണ്ടൈൻ ടെമ്പറേറ്റ് ഒക്കെ അധികവും സെൻട്രൽ ഹിൽ ഏരിയകളിലും അതേപോലെ വെസ്റ്റേൺ ഹിമാലയ ഘട്ടുകളിലൊക്കെ ഉണ്ടാവാം. പിന്നെ ലാസ്റ്റത്തേക്ക് ഹിമാലയൻ ഏരിയകളിൽ തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അത്രയും ഹൈയിലുള്ളത് പർവ്വതനിരകൾ എന്ന് പറയുന്നത് ഹിമാലയൻ പ്രദേശങ്ങളൊക്കെയാണല്ലോ. സാർ ഇതില് മേജർ ഫോറസ്റ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സേ ഉള്ളൂ ടെക്സ്റ്റില്. ഇത് എക്സ്ട്രാ ആണോ സാർ പറയുന്നത് ഇപ്പൊ? അതിൽ അതന്നെയാണ് മേജർ അതിന്റെ സബ് ഗ്രൂപ്പുകളൊക്കെ തന്നെയാണല്ലോ ഇപ്പൊ ഇതിൽ പറയുന്നത്. എന്താ പറഞ്ഞ ടെക്സ്റ്റിലുള്ളത്? ടെക്സ്റ്റില് ഫോറസ്റ്റ് ഗ്രൂപ്പും അതേപോലെ സബ് ഗ്രൂപ്പ്സേ ഉള്ളൂ. അതന്നെ പറയുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞത്, ഈ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ജസ്റ്റ് ഒരു ബാങ്ക് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് അഗൈൻ. ഇനി നമുക്ക് ഇതിൽ പറയുന്നത് ന്യൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോറസ്റ്റ് ടൈപ്സ് ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്, പിന്നെ അതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻസ് ആണ്. പിന്നെ പുതിയതായിട്ടുള്ള വനത്തെ കുറിച്ചുള്ള പഠന സ്റ്റഡീസും മറ്റൊക്കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് അതിന്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച്. ആ ക്ലാസിഫിക്കേഷൻ അത്ര ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അതിന്റെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് നമുക്ക് അതിന് മനസ്സിലാക്കാനുള്ളത് എന്നുള്ളത് ചുരുങ്ങിയ രൂപത്തിൽ പറയാം. അപ്പോ കീ ചേഞ്ചസ് ഇൻ ഫോറസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഇതില് ഈ ക്ലാസിഫിക്കേഷനിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫാക്ടേഴ്സ് കൺസിഡേർഡ് എന്ന് പറയുന്നത് ഒന്ന് ഇക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ അതേപോലെ ക്ലൈമാറ്റിക്
കാലാവസ്ഥാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബയോജിയോഗ്രഫിക്, അതായത് ജൈവ വർഗങ്ങളുടെ പിന്നെ സാന്നിധ്യവും അതിന്റെ അസാന്നിധ്യങ്ങളെ കുറിച്ചും അതിന്റെ ഡെവലപ്മെന്റ്സ്, അതിന്റെ വ്യത്യസ്തതകളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. പിന്നെ ഡാറ്റ ഫ്രം ഓവർ 200 ഫോറസ്റ്റ് ടൈപ്സ് ആൻഡ് സബ് ടൈപ്സ്. ഇന്ത്യയിലെ 200-ലധികം വനങ്ങളും അതിന്റെ ഉപവിഭാഗങ്ങളെയും പഠനം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ നമ്മള് 6 ഗ്രൂപ്പുകളും പിന്നെ സബ് ഗ്രൂപ്പുകളൊക്കെയാണല്ലോ പഠിച്ചത്. ഇത് പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 10 മേജർ ഗ്രൂപ്പുകളും 48 സബ് ഗ്രൂപ്പുകളുമാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത് പുതിയ പഠനം അനുസരിച്ച്. പിന്നീട് അതിൽ ഫീൽഡ് സർവേസ്, അനലൈസ്ഡ് ബേസൽ ഏരിയ, സ്റ്റെം ഡെൻസിറ്റി, സ്പീഷീസ് കോമ്പോസിഷൻ ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സസ്. ഇതിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഠനങ്ങളിൽ സർവേകള്, അതേപോലെ ഈ സർവേകള് അനലൈസ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ബേസൽ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ വിസ്തൃതി, അതേപോലെ തന്നെ മരങ്ങളുടെ അതിന്റെ കാണ്ഡം എന്ന് പറയില്ല, സ്റ്റെം, അതിന്റെ ഡെൻസിറ്റിയെ, പിന്നെ അതേപോലെ തന്നെ അവിടെയുള്ള സ്പീഷീസിന്റെ വൈവിധ്യങ്ങളെ കുറിച്ച്, പിന്നെ മറ്റു പല ഇൻഡെക്സുകളും പരിഗണിച്ചുകൊണ്ടൊക്കെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ. ഇതില് ഈ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ്. എന്തൊക്കെയാണ് വനങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ? അതിന്റെ ഷോറ റോബസ്റ്റ എന്ന് പറയുന്ന, അതായത് മരത്തിന്റെ ഡിക്ലൈൻ ഇൻ സെൻട്രൽ ഇന്ത്യ, മധ്യ ഇന്ത്യയിൽ അത് കുറഞ്ഞു വരുന്നതായിട്ടുള്ള പഠനങ്ങളാണ് കാണിക്കുന്നത്. റീപ്ലേസ്ഡ് ബൈ ട്രൈ ഡെസിഡ്യൂസ് സ്പീഷീസ്. അതിന് പകരമായിട്ട് പിന്നെ ഇല പൊഴിയുന്ന മറ്റ് മരങ്ങളും മറ്റൊക്കെയാണ് അതിന് പകരമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ടെക്ടോണ ഗ്രാൻഡിസ് എന്ന് പറയുന്നത്, ഇതൊക്കെ ശാസ്ത്രീയ നാമമാണ് കേട്ടോ. അതിന്റെ ടേക്ക് എന്നാണ്, ടേക്ക് ആബ്സെൻസ് ഇൻ മോയിസ്റ്റ് ഏരിയാസ്. ഇങ്ങനെ നനഞ്ഞ ഈർപ്പമുള്ള പ്രദേശങ്ങളിലൊക്കെ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. പിന്നെ ബാംബു ഫോറസ്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെൻസിറ്റി വേരിയേഷൻസ്, അത് കൂടുതലായിട്ട് പിന്നെ ബാംബു ഫോറസ്റ്റുകൾ കാണുന്നുണ്ട്. പിന്നെ ആൽപൈൻ ഫ്ലോറ, നമ്മൾ നേരത്തെ പറഞ്ഞ ആൽപൈൻ എന്ന് പറഞ്ഞല്ലോ, അത് ഇമ്പാക്റ്റഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്, അതിനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തതായിട്ട് ഈ പുതിയ ക്ലാസിഫിക്കേഷനിൽ അല്ലെങ്കിൽ അത്തരം പുതിയ പഠനങ്ങളുടെ ഭാഗമായിട്ട് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ റീജിയണൽ വേരിയേഷൻസ് ഫോറസ്റ്റ് കോമ്പോസിഷൻ, ഈ ഒരു പിന്നെ വനങ്ങളുടെ രൂപീകരണത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ പ്രാദേശികമായിട്ടുള്ള വൈജാത്യങ്ങൾ, അല്ലെങ്കിൽ പ്രാദേശികമായിട്ട് എങ്ങനെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും, ചിലപ്പോൾ രാജസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതൽ മരുഭൂമിയാണല്ലോ, അതേ സമയത്ത് ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള വനങ്ങളുടെ സാന്നിധ്യം കൂടുതലാണ്. അപ്പോൾ അത് പിന്നെ പോസിറ്റീവ് ചേഞ്ചസ് സംഭവിച്ചിട്ടുള്ള ഭാഗങ്ങൾ ആന്ധ്രാപ്രദേശ്, കർണാടക, ഗുജറാത്ത് എന്നുള്ള അത്തരം സ്ഥലങ്ങളിലൊക്കെ ഫോറസ്റ്റ് ഡെൻസിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ ടെമ്പറേറ്റ് ഫോറസ്റ്റ്, അതായത് ശീതോഷ്ണ മേഖല വനങ്ങൾ, അത് ഷിഫ്റ്റിംഗ് ടു ഡ്രയർ കണ്ടീഷൻസ്, അത് കുറച്ചുകൂടി വരണ്ട ഒരു അവസ്ഥകളിലേക്ക് മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ചേഞ്ചസ് ഇൻ ഓക്സ് ആൻഡ് കോണിഫേഴ്സ്, ഓക്ക് ട്രീകളും അതേപോലെ തന്നെ കോണിഫേഴ്സ് ട്രീകളിലൊക്കെ അതിന്റെ വളർച്ചയിലും മറ്റൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൂ പൈൻ എന്ന് പറയുന്ന ഇനങ്ങളിൽപ്പെട്ട മരങ്ങൾ ട്രീ ലൈൻ ഷിഫ്റ്റ് ടു ഹയർ എലവേഷൻസ്, അത് കുറച്ചുകൂടി പിന്നെ ആൾട്ടിറ്റ്യൂഡ് ഉയരത്തിലേക്ക് 1700 മീറ്റർ മുതൽ 2700 മീറ്റർ ഉയരങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ വനങ്ങളൊക്കെ അങ്ങോട്ട് താഴെയുള്ള പ്രദേശങ്ങളിലുള്ള വനങ്ങളിലേക്ക് ഡിക്ലൈൻ സംഭവിച്ച് മറ്റു ഭാഗങ്ങളിലേക്ക് കൂടുതൽ വ്യാപിച്ചിരിക്കുന്നതായിട്ടും കാണപ്പെടുന്നു. പിന്നെ ഡിക്ലൈൻ ഇൻ ഫോറസ്റ്റ് കവർ, ടോട്ടൽ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ വനങ്ങൾ കവർ ചെയ്തിരിക്കുന്ന ഏരിയകൾ, അതാണ് ഫോറസ്റ്റ് കവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ഏർലി 20th സെഞ്ചുറി, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ഫോറസ്റ്റ് കവേർഡ് 30% ഓഫ് ലാൻഡ്. ഇന്ത്യയുടെ 30% വനങ്ങളായിരുന്നു. അതേസമയത്ത് 2015 ഡാറ്റ അനുസരിച്ച് ഫോറസ്റ്റ് കവർ റെഡ്യൂസ്ഡ് 21% to 21.34. ഇന്ത്യയിലെ 21%, അതായത് 30-ൽ നിന്ന് 21 കുറഞ്ഞു. അതാണ് ഇപ്പൊ കണ്ടോ, ഈ പഠനങ്ങളുടെ ഒരു ഫലമാണ്. ഇത്രയും നമുക്ക് കാണുമ്പോൾ വനങ്ങളൊക്കെ എന്നും പലയിടങ്ങളിലും വനങ്ങൾ കാണാൻ പറ്റും, പക്ഷെ വനപ്രദേശം എത്ര ശതമാനം കുറഞ്ഞു? 9% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ വെരി ഡെൻസ് ഫോറസ്റ്റുകൾ
6% കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇടതൂർന്ന മരങ്ങളൊക്കെയുള്ള വനപ്രദേശങ്ങൾ. കനോപ്പി കവർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ മേൽക്കൂരയാണ്, അതായത് വനങ്ങളുടെ മുകൾ ഭാഗത്തിന്റെ കവർ ചെയ്തിരിക്കുന്ന ഏരിയകളാണ്. മോഡറേറ്റ്ലി ഡെൻസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് 9.59% ഇത്തരം ഒരു മിതമായിട്ട് ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റുകൾ. പിന്നെ ഓപ്പൺ ഫോറസ്റ്റുകൾ അത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റുകളല്ല, അതാണ് ഓപ്പൺ ഫോറസ്റ്റ്. പിന്നെ ഇടയിലായിട്ട് മരങ്ങളുടെ സാന്നിധ്യം കാണുന്ന പ്രദേശങ്ങൾ, അതിൽ 9% കുറഞ്ഞിട്ടുണ്ട്. സബ് ഫോറസ്റ്റുകൾ, അതായത് കുറ്റിക്കാടുകൾ നിറഞ്ഞിട്ടുള്ള ഫോറസ്റ്റുകൾ, അതിന് 1.2% കുറവ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട വേറെ കാര്യം സ്റ്റേറ്റ് വൈസ് ഫോറസ്റ്റ് കവർ ആണ്. ഓരോ സംസ്ഥാനങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട അത് മാത്രമേ പറയുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ഫോറസ്റ്റ് കവർ ചെയ്തിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മിസോറാം ആണ്. പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ 84.56% ആണ് ഫോറസ്റ്റ് കവർ ആയിട്ടുള്ളത്. പിന്നെ മധ്യപ്രദേശിലാണ് ലാർജസ്റ്റ് ടോട്ടൽ ഫോറസ്റ്റ് ഏരിയ, അതായത് പെർസെൻറ്റേജ് അവിടുത്തെ ടോട്ടൽ ഏരിയയും അതുപോലെ ഫോറസ്റ്റ് ഏരിയയും കൂട്ടി നോക്കുമ്പോൾ ആ ഒരു ആവറേജിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഏരിയ ഉള്ളത് മധ്യപ്രദേശിലാണ്. കേരളത്തിന്റെ ഒരു ഫോറസ്റ്റ് കവർ ഉള്ളത് 54%. കേരളത്തിന്റെ അതായത് കേരളത്തിന്റെ പകുതിയിലധികം വനങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. 54% ഫോറസ്റ്റ് ഏരിയ ആണ്. ഓക്കെ, ഇനി ഈ ത്രെറ്റ്സ് ടു ഫോറസ്റ്റ് എക്കോസിസ്റ്റം, ഇതിന്റെ പ്രധാനപ്പെട്ട ഭീഷണികൾ എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു. ഒന്ന് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. വനവിഭവങ്ങൾ കൂടുതലായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്നത്. 72% സ്പീഷീസ് ത്രട്ടൻഡ്. അങ്ങനെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം കാരണമായിട്ട് 72% സ്പീഷീസ് വനത്തിലെ മരങ്ങളുടെ മരവൈവിധ്യങ്ങൾ അത് അതിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അൺസസ്റ്റൈനബിൾ ലോഗിങ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്, അതന്നെ. പിന്നെ അൺസസ്റ്റൈനബിൾ ആണ്, അത് പുനരുപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ് സുസ്ഥിരമല്ലാത്ത എന്നാണ്. മറ്റേത് സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ സുസ്ഥിര വികസനം എന്നൊക്കെ പറയല്ലോ, സസ്റ്റൈനബിൾ. ഇത് സുസ്ഥിരമല്ലാത്ത രൂപത്തിലുള്ള മരം മുറിക്കലും മറ്റൊക്കെ പിന്നെ അതിന്റെ ബയോഡൈവേഴ്സിറ്റിയുടെ നഷ്ടത്തിന് സാധ്യമാക്കും. പിന്നെ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആണ് മറ്റൊരു കാരണം. എന്ന് പറഞ്ഞാൽ വനങ്ങളൊക്കെ വെട്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടിമുറിച്ചിട്ട് അവിടെ കൃഷി ഇറക്കുക, അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഡ്രൈവർ ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഈ മേഖലകളുടെ നഷ്ടത്തിന്റെ രണ്ടാമത്തെ ഒരു കാരണമാണ് ഈ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ. ക്രോപ്പ് ഫാമിംഗ്, ലൈഫ് സ്റ്റോക്ക്, ടിംബർ പ്ലാന്റേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതായത് പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കന്നുകാലി വളർത്താൻ വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ തടിത്തോട്ടങ്ങൾ, പ്രത്യേക ചില തടികൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ റബ്ബർ പോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ അതാണ് ടിംബർ പ്ലാന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടിംബർ എക്സ്ട്രാക്ഷൻ, കൊമേഴ്സ്യൽ ആൻഡ് ഡിമാൻഡ് അഫക്റ്റിംഗ് ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ ലെവലിഹുഡ്സ്. അതായത് പിന്നെ ഈ മരങ്ങള് അമിതമായിട്ട് വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന, സാധാരണ മനുഷ്യന്റെ ഉപയോഗങ്ങൾക്ക് അപ്പുറം വാണിജ്യപരമായിട്ട് ഒരുപാട് അമിതമായ രൂപത്തിൽ അതിനെ കൺസ്യൂം ചെയ്യുന്ന അതാണ് മരത്തിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ടിംബർ എക്സ്ട്രാക്ഷൻ. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന പിന്നെ മരം അല്ലാത്ത വിവിധ, നമ്മൾ സാധാരണ പ്ലൈവുഡ് എന്നൊക്കെ പറയാറില്ല, അങ്ങനെയൊക്കെ മരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ പേപ്പറിന്റെ ഉൽപാദനം, അങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകൾ മരങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെയാണ് ഈ പറയുന്ന ഇതിൽ കൊമേഴ്സ്യൽ നീഡ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് അവിടെ താമസിക്കുന്ന ജനങ്ങളിലും, അതായത് വനങ്ങളും ബേസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റികൾ ഉണ്ടാവും, അവർക്കും അത് ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഡീഫോറസ്റ്റേഷൻ ആണ്, അതായത് വനനശീകരണം എന്ന് പറയും. അതായത് അതിന് കാരണം അമിതമായിട്ട് മരങ്ങൾ മുറിച്ചെടുക്കുക, അതേപോലെ തന്നെ വനത്തിൽ തീപിടുത്തം ഉണ്ടാവുക, ഫോറസ്റ്റ് ഫയേഴ്സ്, പിന്നെ എയർ പൊല്യൂഷൻ, മരങ്ങൾ സാധനമായി ബാധിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, എന്താ പറയാ കാർബൺ എമിഷൻ, പുകയും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്ന്, ഇൻഡസ്ട്രികളിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അത്തരം പുകകളും മറ്റൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് ഒരു കാരണമാണ്. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇനി നമുക്ക് ഇതിന്റെ നോട്ട്സ് വെച്ചിട്ട് പറഞ്ഞു പോകും, കാരണം നമുക്ക് പെട്ടെന്ന് ഇനി കുറച്ച് സമയമുള്ളൂ, വേഗത്തിലൊന്ന് പറഞ്ഞു പോവാം.
ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് അല്ല ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഇനി പറയുന്നത് മൈനിങ് എങ്ങനെയാണ്, മൈനിങ് മേജർ എഫക്ട്സ് ഓൺ ഫോറസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഇതിന്റെ വേഗത്തിൽ പറഞ്ഞു പോകാനും മലയാളത്തിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാ. ഒരു മലയാളം നോട്ട് വെച്ചിട്ടാണ് പിന്നെ ഈ പറയാൻ പോകുന്നത്, നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകും. അപ്പോ ഇതിൽ വരുന്നത് മൈനിങ് മേജർ ഇഫക്ട്സ് ഓൺ ഫോറസ്റ്റ്, അതാണ് ഖനനം വനങ്ങളിൽ പ്രധാനമായിട്ട് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെയാണ്. ഇന്ന് ഖനന രീതികളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതായത് സർഫേസ് മൈനിങ്ങും സബ് സർഫേസ് മൈനിങ് ആണ്. സർഫേസ് മൈനിങ് ആണ് എന്ന് പറയുന്നത് ഏറ്റവും ഉപരിതലത്തിലുള്ള കുറെ ധാതു ലവണങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് സർഫേസ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ് സർഫേസ് മൈനിങ് എന്ന് പറയുമ്പോൾ വളരെ ആഴത്തിലുള്ള കുറെ ധാതു ലവണങ്ങൾ ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും. ആ മിനറൽസിനെ ഖനനത്തിലൂടെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സബ് സർഫേസ് മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് ലാൻഡ് ഡിഗ്രഡേഷൻ, അത് മൈനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. മേൽമണ്ണിന്റെ നഷ്ടം. അതേപോലെ മേൽമണ്ണ് എന്ന് പറയുമ്പോൾ നമുക്ക് മേൽമണ്ണിലാണ് ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ടി ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിന്റെ നഷ്ടം വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. അതായത് ലെഡ്സ് ടു ലോസ് ഓഫ് ടോപ്പ് സോയിൽ ആൻഡ് ലാൻഡ് ഡീഗ്രഡേഷൻ. അത് മണ്ണൊലിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു കാരണമാകുന്നുണ്ട് ഈ മൈനിങ്. മൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വിവിധങ്ങളായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഇരുമ്പ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ അലൂമിനിയം മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിന് ഭൂമിയുടെ അടിയിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം സാധനങ്ങളൊക്കെ കുറെ അധികം പ്രൊഡക്റ്റുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അതിന് മൈനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ അതേ സമയത്ത് അത് ഫോറസ്റ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 80,000 ഹെക്ടർ ഭൂമി ഖനനം ബാധിച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ ഈ മൈനിങ്ങിന്റെ കാരണമായിട്ട് ജലസ്രോതസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, വലിയ ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഖനന നീരുറവുകളും അരുവികളും പോലെ വറ്റാത്ത ജലസ്രോതസ്സുകൾ പ്രത്യേകിച്ച് പർവ്വത പ്രദേശങ്ങൾ വരണ്ടു പോകുന്നതിന് കാരണമാകുന്നു. വലിയ ഡാമുകളും, ഡാം മീൻസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഡാമുകളല്ല, അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അല്ലാതെയുള്ള വലിയ തടാകങ്ങളൊക്കെ ഉണ്ടാവും, അതിന്റെയൊക്കെ വെള്ളത്തിന്റെ അളവ് കുറയാൻ ഈ ഒരു മൈനിങ് കാരണമാകും എന്നാണ് പറയുന്നത്. പിന്നെ ഖനനവും അനുബന്ധ പ്രവർത്തനങ്ങളും സസ്യജാലങ്ങളെയും അടിത്തട്ടിലുള്ള മണ്ണിനെയും നീക്കം ചെയ്യുകയും ഭൂപ്രകൃതിയും നശിപ്പിക്കുകയും ചെയ്യുന്നു. വനനശീകരണത്തിന്റെ ഉദാഹരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് മൈനിങ് ഇതിനെ വനത്തെ നശീകരിക്കുക എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പറയുന്നത്. മുസോറി and Dehradun valleys have experienced a large-scale deforestation due to indiscriminate mining. പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞത് മുസോറിയിലും അതേപോലെ തന്നെ ഡെറാഡൂൺ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഉള്ള മൈനിങ്ങുകൾ അവിടുത്തെ വനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് 1961 മുതൽ ഗോവയിലെ വനങ്ങൾ ഖനനത്തിലൂടെ നശിപ്പിക്കപ്പെടുകയും 50,000 ഹെക്ടർ വനം നഷ്ടപ്പെടുകയും ചെയ്തത്. പ്രത്യേകിച്ചും ഈ വനമേഖലകളിലും കാരണം അവിടെ ആയിരിക്കും കൂടുതലും ഫോസിൽ സാധനങ്ങളും കൂടുതലൊക്കെ ഡംപ് ചെയ്ത് കിടക്കുന്നുണ്ട്. അത്തരം പ്രദേശങ്ങൾ വനങ്ങളും വെട്ടിമുറിച്ചിട്ടായിരിക്കും അവിടെ ഖനനത്തിലുള്ള പ്രദേശങ്ങൾ സെറ്റാക്കുന്നത്. പിന്നെ ജാർഖണ്ഡിലെ കൽക്കരി ഖനനം ജരിയ, റാണിഗഞ്ച്, സിംഗ്രൗല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ വനനശീകരണത്തിന് കാരണമായിട്ടുണ്ട്. അപ്പൊ ഈ സ്ഥലങ്ങളെ പ്രത്യേകം നോട്ട് ചെയ്യാം. പിന്നെ ഖനനത്തിന്റെ പ്രത്യേകതകള് മാഗ്നറ്റൈറ്റ്, സോപ്പ് സ്റ്റോൺ ഖനനം തുടങ്ങിയിട്ടുള്ള. ഈ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത് മറ്റേ ഇരുമ്പൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അതിന്റെ ഒരു എന്താ പറയാ അയൺ ഓറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. പിന്നെ സോപ്പ് സ്റ്റോൺ ഖനനം, ഇതെല്ലാം വിരാക്കോട്ട്, കൊസിവാലി, അൽമോറ തുടങ്ങിയിട്ടുള്ള 14 ഹെക്ടർ വനം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ റേഡിയോ ആക്റ്റീവ് ധാതുക്കളുടെ ഖനനവും വനങ്ങൾക്ക് ഭീഷണി. ഇന്ത്യയിൽ കേരളത്തിലൊക്കെ തോറിയത്തിന്റെ ഇതൊക്കെ കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൽക്കരി ഖനനം കേട്ടിട്ടുണ്ടാവും. കേരളത്തിലൊക്കെ അതിന്റെയൊക്കെ സാന്നിധ്യം കൂടുതലാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഖനനം നടക്കുമ്പോൾ കുറെ വനങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്.
പിന്നെ ചെമ്പ്, ക്രോമേറ്റ്, ബോക്സൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവയുടെ ക്രോമേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഓറാണ്. അതേപോലെ തന്നെ ബോക്സൈറ്റിൽ നിന്നാണ് നമ്മൾ അലുമിനിയം ഉൽപ്പാദിപ്പിക്കുന്നത്. അതൊക്കെ ഈ പറഞ്ഞ മിനറൽസ് എല്ലാം നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന സമയത്ത് പശ്ചിമഘട്ട വനങ്ങൾക്ക് വലിയ നാശം സംഭവിക്കുന്നുണ്ട്, വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. പിന്നെ വനങ്ങളിൽ ആദിവാസി ജനങ്ങളിലും ഡാമുകളുടെ സാന്നിധ്യം, അതാണ് ഒന്ന് മൈനിങ് പറഞ്ഞു. പിന്നെ മറ്റൊരു വനത്തെ സാരമായി ബാധിപ്പിക്കുന്ന വേറൊരു ഘടകമാണ് ഡാമുകൾ. അത് ഡാമുകൾ ഒരു പോയിന്റ് ആയിട്ട് തന്നെ നമ്മുടെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വനനശീകരണത്തിനും വൃഷ്ടിപ്രദേശങ്ങളുടെ ശോഷണത്തിനൊക്കെ ഡാമുകൾ കാരണമാകുന്നു. ഈ വൃഷ്ടിപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഴ ലഭ്യമാകുന്ന പ്രദേശം. ശരിക്കും വനത്തിലാണ്, കാട്ടിലാണ് നല്ല മഴ പെയ്യുക. അവിടെ നിന്നാണ് പിന്നെ ജനങ്ങള് ജീവിക്കുന്ന പുഴകളിലേക്കും മറ്റൊക്കെ ഈ നമുക്ക് കുടിവെള്ളം മറ്റൊക്കെ ലഭ്യമാകുന്നത്. അപ്പൊ വൃഷ്ടിപ്രദേശക്കാർ നമുക്ക് മഴ ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് ഈ പറഞ്ഞ ഇത്രയും വിശാലമായിട്ട് വനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മരങ്ങളിൽ നിന്നാണല്ലോ നിങ്ങൾ മഴ എങ്ങനെ ഉണ്ടാവുന്നത് പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ഇവാപ്രേഷനിലൂടെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പോയിട്ട് മഴ തിരിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ സസ്യജന്തുജാലങ്ങളുടെ നഷ്ടം, വന ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥത, ഇതൊക്കെ വനങ്ങളെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന് അവിടുത്തെ സ്പീഷീസിന്റെ നഷ്ടം, ഒന്ന് മരങ്ങളായിട്ടും മറ്റ് സസ്യജന്തുജാലങ്ങളെല്ലാം നഷ്ടമാണ്. പിന്നെ അവിടുത്തെ സിസ്റ്റം മാറുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് അറിയാം പല വന്യജീവികളും നാട്ടിലേക്ക് ഇറങ്ങുന്നത് വനത്തിൽ വരുന്ന ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങളുടെ കാരണമാണ്. പിന്നെ ആരോഗ്യവും സാമൂഹിക പ്രത്യാഘാതങ്ങളും, ജലവ്യവസ്ഥയിലെ മാറ്റങ്ങൾ കാരണം ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ആദിവാസികളുടെ പുനരധിവാസം പലപ്പോഴും അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയാണ്. പലപ്പോഴും ചില ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഇപ്പം ഡാമുകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അധിവസിക്കുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റികളെ അവർക്ക് റീപ്ലേസ്മെന്റ് കൊടുക്കാൻ ഗവൺമെന്റുകൾ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്, അതൊക്കെ അവരെയും ബാധിക്കുന്നു. പിന്നെ അതാണ് അടുത്ത ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. വലിയ ഡാമുകൾ, എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഓഫ് ലാർജ് ഡാംസ്. ചേഞ്ച് ഇൻ ഡൗൺ സ്ട്രീം മോർഫോളജി ആൻഡ് വാട്ടർ ക്വാളിറ്റി. ഡൗൺ സ്ട്രീം മോർഫോളജി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളം മുകളിൽ നിന്ന് താഴോട്ടുള്ള അതിന്റെ ഒഴുക്കിന്റെ അതിനെ കുറിച്ച് ഉള്ള ഒരു പഠനത്തിനാണ് മോർഫോളജി എന്നത്. സാധാരണ മോർഫോളജി എന്നുള്ള ലിംഗ്വിസ്റ്റിക്സിലാണ് വരല്. ഇവിടെ മോർഫോളജി ഓഫ് ഡൗൺ സ്ട്രീം മോർഫോളജി എന്ന് ഉദ്ദേശിക്കുന്നത് നദികളുടെ ഒഴുക്ക് മുകളിൽ നിന്ന് വലിയ ഹൈ പിന്നെ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന അതിന്റെ പഠനം, അതിന്റെ ഫ്ലോ ഉണ്ടാവുമല്ലോ വെള്ളത്തിന്, അതിനെ കുറിച്ചുള്ള ഒരു പഠനവും അതിന്റെ നിരീക്ഷണത്തെ കുറിച്ചൊക്കെയാണ് ഡൗൺ സ്ട്രീം മോർഫോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആ ഒരു പിന്നെ ഫ്ലോയിലൊക്കെ ഉള്ള മാറ്റം, അതേപോലെ തന്നെ അത് ജലത്തിന്റെ ക്വാളിറ്റിയിലുള്ള മാറ്റം, ഇതിന്റെ ഡാമുകൾ, വലിയ ഡാമുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ജലവൈദ്യുതിക്കും അതേപോലെ തന്നെ അതേ സമയത്ത് ജലത്തിനെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അത് കാർഷിക മേഖലയ്ക്ക് ഉണർവുണ്ടാക്കാനും ഒക്കെ സാധിക്കും. വലിയ ഡാമുകളൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഡാമുകളൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേ സമയത്ത് അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഈജിപ്തിൽ നമുക്ക് നൈൽ നദിയുടെ കുറുകിലുള്ള വലിയ ഒരു ഡാം ഉണ്ട്, വലിയ ഗ്രേറ്റ് ഡാം എന്ന് പറയുന്നത്. അത് വന്നതിന് ശേഷം അവിടെ ഒരുപാട് മരുഭൂമിയായി കിടന്നിരുന്ന പ്രദേശങ്ങൾ വരെ പിന്നെ കൃഷിയോഗ്യമാക്കുകയും അവിടങ്ങളിലൊക്കെ ജനജീവിതം സാധ്യമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനി പറയുന്നത് ഇത് ഇത്തരം ഡാമുകൾ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ഒന്ന് ഇമ്പാക്ട് ഓൺ റിവർ ഇക്കോസിസ്റ്റം, മറ്റൊന്ന് സെഡിമെന്റ് ട്രാപ്പിംഗ്, പിന്നെ അതേപോലെ തന്നെ വാട്ടർ ക്വാളിറ്റി ഡിക്ലൈൻ. ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ ഇത്തരം ഇമ്പാക്റ്റുകളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതായത് നദികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. നദികൾ ഓരോന്നും ഓരോ ആവാസ വ്യവസ്ഥയാണ്, ഓരോന്നും ഓരോ എക്കോ സിസ്റ്റങ്ങളാണ്. എന്ന് പറയുക വനം ഒന്നാണ്, പിന്നെ നദികൾ ഒരു എക്കോ സിസ്റ്റമാണ്. ആ എക്കോ സിസ്റ്റത്തിന്റെ പിന്നെ അതിന് താളം തെറ്റിക്കുകയാണ് ഡാമുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ താഴ്ന്ന ആവാസ വ്യവസ്ഥക്കും മത്സ്യബന്ധനത്തിനും അത്യന്താപേക്ഷിതമായ നൈട്രജൻ, ജൈവ വസ്തുക്കള്, പോഷക സമൃദ്ധമായ എക്കൽ മണ്ണ് എന്ന് പറയുമല്ലോ, അതിലാണ് ശരിക്കും നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള മരങ്ങളും കൃഷികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന് അനിവാര്യമായിട്ടുള്ള ഓക്സിജൻ ഘടകങ്ങൾ, ഇതൊക്കെ ഡാമുകൾ തടസ്സപ്പെടുത്താണ്. ഡാം എന്ന് പറയുമ്പോൾ നദിയിൽ അതിന് ക്ലോസ് ചെയ്ത് നിർത്തുകയാണല്ലോ.
പിന്നെ മത്സ്യബന്ധനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നീരൊഴുക്ക് കയറുന്നത് തീരദേശ അഴിമുഖ മത്സ്യബന്ധനത്തെ ബാധിക്കുന്നു. ഇത് മത്സ്യലഭ്യത കുറയുന്നതിലേക്ക് നയിക്കുന്നു. അതായത് കടലിലേക്ക് വന്നു ചേരുന്നത് അതിലെ വെള്ളത്തിന്റെ അളവ് കുറയുകയും അത് സ്വാഭാവികമായിട്ടും അതിന്റെ എന്താ പറയാ വെള്ളത്തിന്റെ ഒഴുക്കും അതോടൊപ്പം ഇപ്പൊ കടലിൽ നിന്നും പിന്നെ നദികളിൽ നിന്നൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മത്സ്യങ്ങളുടെ സഞ്ചാരഗതിയൊക്കെ അത് ബാധിക്കും. അപ്പൊ മത്സ്യലഭ്യത കുറഞ്ഞു പോകും. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അവശിഷ്ട ട്രാപ്പിംഗ്. അവശിഷ്ട ട്രാപ്പിംഗ് എന്ന് പറയുന്നത് സെഡിമെന്റ് ട്രാപ്പിംഗ് എന്ന് പറയും. സെഡിമെന്റ് ട്രാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ഒഴുക്കിലൂടെ പോകുമ്പോൾ നദിയിലൂടെ ഒഴുകുന്ന പിന്നെ അതിന്റെ അവശിഷ്ടങ്ങൾ, ചളിയും മണ്ണും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിങ്ങനെ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡാമുകൾ ഉപരിതലത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ കൊടുക്കുന്നു. ഇത് ജലത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും നദീതടങ്ങളുടെയും കരകളുടെയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു. അതായത് വെള്ളത്തിന്റെ പിന്നെ വെള്ളത്തിന്റെ ഭാഗമായിട്ട് വെറും വെള്ളമല്ല, വെള്ളത്തിൽ ഉണ്ടാകുന്ന മറ്റു ചില അവശിഷ്ടങ്ങൾ, കുറെ വേസ്റ്റ് ആയിട്ട് മരങ്ങളുടെയും ചെടികളുടെയും ഇലകളുടെയും ഒക്കെ വേസ്റ്റുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന സാധനങ്ങൾ, ഇതൊക്കെ തടഞ്ഞു നിർത്തണം. അത് ഒക്കെ വെള്ളത്തിൽ ചേരേണ്ടത് വെള്ളത്തിൽ തന്നെ ചേരേണ്ടതുണ്ട്. അപ്പൊ അതിനെ ബാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം പിന്നെ കുറച്ച് ഈ വെള്ളത്തിന്റെ അത്തരം അവശിഷ്ടങ്ങളൊക്കെ മാറുമ്പോൾ പ്യൂർ ആയിട്ട് വെള്ളം കുത്തി ഒഴുകുന്ന സമയത്ത് മുകളിൽ ഉണ്ടാകുന്ന മണ്ണൊക്കെ ഒലിച്ചു പോകും. മറ്റേത് അതൊക്കെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട് കുറെ വെള്ളത്തിന്റെയും മണ്ണിന്റെയൊക്കെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ വെള്ളം ഒരു കുറച്ച് ഈ പറഞ്ഞ ഘടകങ്ങളിലെല്ലാം കൂടി ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണൊക്കെ അവിടെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടാനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ ഡെൽറ്റ പ്രദേശങ്ങൾ അവശിഷ്ടത്തിന്റെ നഷ്ടം പ്രത്യേകിച്ചും പ്രശ്നകരമാണ്. ഡെൽറ്റ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ നമ്മള് നദികൾ ഒഴുകി വരുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ട് വന്ന് പിന്നെ ഫ്ലോ ആയിട്ട് കുറച്ച് വിശാലമായിട്ട് ഒഴുകുന്ന പ്രദേശങ്ങൾ, അതിന്റെ തീരപ്രദേശങ്ങളൊക്കെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ അവശിഷ്ടങ്ങൾ, നദിയിലെ അവശിഷ്ടങ്ങളൊക്കെ കരയിലേക്ക് തള്ളിയിട്ട് അവിടെ അങ്ങനത്തെ പ്രദേശങ്ങൾക്കാണ് കൂടുതലും അതിന്റെ നേരിട്ടുള്ള എന്താ പറയാ ഫലഭൂയിഷ്ഠത അനുഭവിക്കുന്ന വളരെ റിച്ച് ആയിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ ഡെൽറ്റ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്താണ് ഈ ഇങ്ങനെ വരുന്ന അവശിഷ്ടങ്ങൾ ഇല്ലാതാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡെൽറ്റയുടെ സാന്നിധ്യം, ഡെൽറ്റ പ്രദേശങ്ങളിലെ ആ റിച്ച്നെസ് നഷ്ടപ്പെടും. ഇത് തീരദേശ മണ്ണൊലിപ്പിന് കാരണമാകുന്നു. അവിടുത്തെ മണ്ണ് ഒലിച്ചു പോവുകയും മറ്റും, അതായത് മുകളിലുള്ള മണ്ണുകളൊക്കെ ഒലിച്ചു പോകുമ്പോൾ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണുകൾ നഷ്ടപ്പെടും. പിന്നെ എക്കലൊഴുക്ക് വർദ്ധിക്കുന്നത് അണക്കെട്ടിന്റെ ജലവൈദ്യുതി ഉൽപാദന ശേഷി കുറക്കുന്നു. പിന്നെ ജലത്തിന്റെ ഗുണനിലവാരം കുറയുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഡാമുകളുടെ ഒരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തേത് ഡാമുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം വനത്തിന്റെ ജൈവവൈവിധ്യത്തിന്റെയും നഷ്ടം. അതായത് അവിടുത്തെ ബയോഡൈവേഴ്സിറ്റി ഇല്ലാതാക്കും. ഇപ്പോൾ ഡാമുകൾ മൂലമുള്ള വെള്ളപ്പൊക്കം, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഡാമിന്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇതുപോലെ ഓൾറെഡി സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ടാവും. ഡാം നിർമ്മാണം കാരണം ലോകമെമ്പാടുള്ള 40,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. ഇത് വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, വന്യജീവി ആവാസ വ്യവസ്ഥകൾ എന്നിവയുടെ നാശത്തിലേക്ക് നയിച്ചു. പിന്നെ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും, മണ്ണ് ഒലിച്ച് റിസർവോയർ വൃഷ്ടിപ്രദേശങ്ങൾ ദ്രുതഗതിയിലുള്ള വനനശീകരണം അനുഭവിക്കുന്നു. അതായത് റിസർവോയർ വൃഷ്ടിപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, റിസർവോയർ ഏരിയകൾ എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ മഴ കൂടുതലായിട്ട് പെയ്യുന്ന പ്രദേശങ്ങൾക്കാണ് വൃഷ്ടിപ്രദേശങ്ങൾ. അതിൽ തന്നെ ഈ വെള്ളം സംഭരിച്ചു നിർത്തുന്ന പ്രദേശങ്ങളുണ്ടാവും. അവിടെ നിന്നുള്ള നേരെ വരുന്ന വെള്ളം അവിടെയാണ് ശരിക്കും ഡാമുകൾ ഉണ്ടാക്കുക. അത് പിന്നെ പെട്ടെന്ന് വനങ്ങൾ നശീകരണത്തിന് കാരണമാവുകയും അത് കുറെ വനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോവും. അങ്ങനെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ചിലതൊക്കെ ഈ പറഞ്ഞ മണ്ണൊലിപ്പിന് കാരണമാകും. വെള്ളം കുത്തി ഒലിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. മണ്ണൊലിപ്പ് ഉണ്ടാവും. പിന്നെ വെള്ളത്തിന്റെ പ്രഷർ താങ്ങാതെ ചില പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവും, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ ചില പ്രദേശങ്ങളിലും ഫലഭൂയിഷ്ഠമല്ലാത്ത ചെളികൾ വന്നടിയുക. ഇതൊക്കെ ഇതിന്റെ ഒരു പ്രശ്നങ്ങളാണ്. പിന്നെ ചെളി കൃഷിക്കുള്ള ഡാമിന്റെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും ഡാമിന്റെ ആയുസ് കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ ലവണാംശം മലിനീകരണം, ഇതും ഡാമുകളുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത് ഡാമുകളെ കുറിച്ചുള്ള ഒരു പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ഒരു പഠിച്ചു വെക്കാം. ഓരോന്നും പ്രത്യേകം പോയിന്റ് 2, 3, 4 പോയിന്റുകളാണ് ഡാമിനെ കുറിച്ച് നമുക്കിതിൽ. പിന്നെ ബാഷ്പീകരണ ലവണത്വം, ഡാമുകൾ വൻതോതിൽ ബാഷ്പീകരണ നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ലവണാംശത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ലവണാംശം എന്ന് പറയുമ്പോൾ അതിന്റെ ഉപ്പിന്റെ സാന്നിധ്യം കൂട്ടുന്നു, സാൾട്ടിനെസ് കൂട്ടുന്നു. പിന്നെ ഡൗൺ സ്ട്രീം ആവാസ വ്യവസ്ഥയിലെ സ്വാധീനം, ഡാമിന്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ നദികളിലും മറ്റൊക്കെ ഉള്ള ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റത്തിൽ അത് സാരമായിട്ട് ബാധിക്കുന്നു. പിന്നെ ജലത്തിന്റെ നേരത്തെ പറഞ്ഞ ചെളിയുടെയും ഒഴുക്ക് കയറുന്നത് കുറയുന്നത് താഴത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും
കാർഷിക ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ കടൽ വെള്ളം കയറുന്നതും ഡെൽറ്റ പ്രദേശങ്ങൾ വർദ്ധിച്ച മലിനീകരണം ജലത്തിന്റെ ഗുണനിലവാരം കൂടുതൽ കുറയ്ക്കുന്നു. പിന്നെ ഭൂകമ്പ സാധ്യതകളുണ്ട്. ഫോൾട്ട് ലൈനുകളിലോ അസ്ഥിരമായ ഭൂപ്രദേശങ്ങളിലോ നിർമ്മിച്ച ഡാമുകൾ റിസർവോയർ വെള്ളത്തിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം ഭൂകമ്പത്തിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ ഫോൾട്ട് ലൈനുകൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ചിലപ്പോൾ ഡാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഈ റിസർവോയറിൽ വെള്ളം സംഭരിച്ച് നിർത്തുന്ന പ്രദേശങ്ങളുണ്ടാവും. അവിടെ വെള്ളത്തിന്റെ ഭയങ്കര പ്രഷർ കാരണം ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഭൂകമ്പം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. അതിനൊരു ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ കൊയ്ന ഡാം ഭൂകമ്പം. പിന്നെ അതേപോലെ തന്നെ അപകട സാധ്യതകൾക്കിടയിലും ഭൂകമ്പ സെൻസിറ്റീവ് പ്രദേശങ്ങളിലെ തൈഹു ഡാം പോലുള്ള പദ്ധതികൾ തുടരുന്നത് വിദഗ്ധർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്നു. അപ്പോൾ ചില ഭൂകമ്പം കൂടുതൽ ഉണ്ടാവുന്ന പ്രദേശങ്ങളിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഡാം ഉണ്ടാക്കുന്നത് വലിയ പ്രശ്നങ്ങളാണ്. ജനങ്ങൾ എത്ര പ്രതിഷേധിച്ചിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല, കാരണം അതിനൊക്കെ വലിയ ബിസിനസ് താല്പര്യങ്ങൾ മറ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ നിർമ്മാണ പ്രശ്നങ്ങൾ, ഡിസൈനിൽ ഡാം പരാജയ സാധ്യത, ഭൂകമ്പ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ പോലും മോശം നിർമ്മാണം കാരണം ഡാമുകൾ തകർന്നേക്കാം. അതില് ഗുജറാത്തിലുണ്ടായ മച്ചു ഡാം പൊട്ടിത്തെറിച്ചത് 1979-ലാണ്. അതിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ടാവും. ഏകദേശം 25,000-ന്റെ അടുത്ത ആളുകൾ മരിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. 2000 മുതൽ 25,000 അത്തരം കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. പിന്നെ അതിന്റെ എക്കോസിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ. പിന്നെ പുനരധിവാസം, ഡാമുകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റികൾ, മറ്റു ജനവിഭാഗങ്ങളുടെയൊക്കെ പുനരധിവാസം വലിയൊരു പ്രശ്നമാണ്. അണക്കെട്ടുകളെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ആദിവാസി സമൂഹങ്ങൾ പലപ്പോഴും പദ്ധതികളെ കുറിച്ച് അറിയിക്കുകയോ കൂടിയാലോചിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെ സാമ്പത്തികമായും മാനസികമായ പ്രത്യാഘാതങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. ജനങ്ങളെ തന്നെ ഇപ്പോൾ മുല്ലപ്പെരിയാർ എന്നുള്ളത് കേരളത്തിന്റെ ഒരു പ്രദേശത്തിന്റെ പല ഭാഗങ്ങളെയും ജനങ്ങൾ ആശങ്കയിൽ നിർത്തുന്ന ഒരു സംഭവമാണ്. അതാണ് പറയുന്നത് മാനസികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, ഭീതിയിൽ ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രശ്നം. പിന്നെ അപ്ഡേറ്റ് ചെയ്ത ഭൂരേഖകളുടെ അഭാവം കുടിയൊഴിക്കപ്പെട്ട ആളുകൾക്ക് ശരിയായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും ലഭിക്കുന്നതിൽ തടയുന്നു. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിന്നെ കൺസർവേഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ സ്ട്രാറ്റജീസ്, സംരക്ഷണം. അതായത് വനത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികളാണ്. അതിലൊന്ന് ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ഫോറസ്റ്റ് പ്ലാന്റേഷൻ, വനവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള ഏരിയ വർദ്ധിപ്പിക്കുക എന്നതാണ്. പിന്നെ ഡെവലപ്പിംഗ് ആൾട്ടർനേറ്റീവ് സോഴ്സസ് ആൻഡ് പ്രൊമോട്ടിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പിന്നെ മറ്റൊന്ന് ഇൻക്രീസ് ദ ഏരിയ ഓഫ് ഫോറസ്റ്റ് ഫോർ ടിംബർ പ്രൊഡക്ഷൻ. പിന്നെ ഡെവലപ്പിംഗ് റിലയബിൾ ഇൻഫർമേഷൻ ബേസ് ആൻഡ് റെഗുലർ മോണിറ്ററിംഗ്. പിന്നെ മറ്റൊന്ന് അഞ്ചാമത്തത് എസ്റ്റാബ്ലിഷിംഗ് ആൻ ഇഫക്റ്റീവ് സിസ്റ്റം ഓഫ് ഫൈറ്റിംഗ് ഫോറസ്റ്റ് ഫയേഴ്സ്. പിന്നെ ആറാമത്തത് സ്ട്രിക്ട്ലി എൻഫോഴ്സിംഗ് ലോസ് ടു ഡീൽ വിത്ത് അൺഓതറൈസ്ഡ് കട്ടിംഗ് ഓഫ് ട്രീസ്. ഏഴാമത്തത് പ്രൊമോട്ടിംഗ് അഗ്രോ ഫോറസ്ട്രി ആൻഡ് സോഷ്യൽ ഫോറസ്ട്രി. പിന്നെ പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് റൈറ്റ്സ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എന്തിന് കൺസർവേറ്റീവ് മെഷേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കൺസർവേഷൻ സ്ട്രാറ്റജികളായിട്ട് പറയപ്പെടുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് വനകൃഷി വിസ്തൃതി വർദ്ധിക്കുക, വനത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, അത് റോഡരികൾ, റെയിൽവേ ട്രാക്കുകൾ ഉൾപ്പെടെയുള്ള ഉപയോഗശൂന്യമായതും തരം താഴ്ത്തപ്പെട്ടതുമായ നാമമാത്ര ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിക്കുക. ആളുകൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങളൊക്കെ വനങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ കെനിയ പോലെയുള്ള മരുഭൂമികൾ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഒരു ന്യൂസിൽ കണ്ടിരുന്നു. അതായത് ഹെലികോപ്റ്ററുകളിൽ മരത്തിന്റെ വിത്തുകൾ മരുഭൂമിയിലൂടെ വിതരാണ് ചില പ്രത്യേകമായിട്ടുള്ള ഒരു ഇതിൽ തയ്യാറാക്കിയിട്ട്. അപ്പൊ പിന്നീട് അത് അവിടെയൊക്കെ വനങ്ങൾ ഇങ്ങനെ ഉണ്ടിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെയൊക്കെ കൃത്രിമമായിട്ട് വനങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന പല രാജ്യങ്ങളുണ്ട്. പിന്നെ മരങ്ങൾക്ക് പുറത്ത് മരങ്ങൾ നടുന്നത്, അത് ഓൾറെഡി ഉള്ള കാടിന്റെ പുറത്തേക്ക് തടി, ഇന്ധനം, കാലിത്തീറ്റ എന്നിവയ്ക്കായി മരങ്ങളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. പിന്നെ വനനശീകരണ പുനരുദ്ധാരണത്തിന് ഉദ്ദേശിക്കുക. വനശീകരണം എന്നല്ല, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. വനനശീകരണ പ്രദേശങ്ങളുടെ ഫോറസ്റ്റേഷൻ, അതായത് അവിടുത്തെ പുനർനിർമ്മാണം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബദൽ സ്രോതസ്സുകൾ വികസിപ്പിക്കുകയും ബദലുകൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതായത് മറ്റു സാധ്യതകൾ വനങ്ങളിൽ അല്ലാതെ തന്നെ മറ്റു പേപ്പർ, ഫർണിച്ചർ, സ്പോർട്സ് ഗുഡ്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് തടിക്ക് പകരമായി ബദൽ ഇന്ധനങ്ങളും അസംസ്കൃത വസ്തുക്കളും വികസിപ്പിക്കുക. അതായത് പേപ്പർ ഉണ്ടാക്കുന്ന മരങ്ങളിൽ നിന്ന്, അപ്പൊ അതിന് പകരമായിട്ട് മറ്റു സാധ്യതകൾ ഉണ്ടാക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ റബ്ബർ മരങ്ങളിൽ നിന്നാണ് നമ്മൾ ടയറുകളും മറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിലിപ്പോ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള റബ്ബറിന്റെ ഉൽപ്പന്നം കുറച്ച് കൂടുതൽ സിന്തറ്റിക് റബ്ബറുകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അത് ഒരുപക്ഷെ റബ്ബർ കർഷകരെ ദോഷമായി ബാധിക്കുമെങ്കിലും ഈ പറഞ്ഞതുപോലെ വനത്തെ അത് രക്ഷപ്പെടുത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് എന്താ പറയുക ആൾട്ടർനേറ്റീവ് സോഴ്സസ് ഉപയോഗിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക്കുകൾ, സംയോജിത വസ്തുക്കൾ, അതായത് മറ്റുള്ള എന്താ പറയാ
നമ്മളിതുണ്ടാവില്ല, കമ്പോസിറ്റ്, അത്തരം വസ്തുക്കളിൽ നിന്നൊക്കെ പുതിയ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ മാലിന്യമായിട്ട് വലിച്ചെറിയാതെ അതിൽ നിന്ന് വീണ്ടും മറ്റു വസ്തുക്കൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തടി ഉൽപാദനത്തിന് വനങ്ങളുടെ വിസ്തീർണം വർദ്ധിപ്പിക്കുക, ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ്. പിന്നെ വിശ്വസനീയമായ വിവര അടിത്തറ, പതിവ് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ടതാണ്. അതായത് വനങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ സൂക്ഷിച്ചു വെക്കുക, അത് കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, എവിടേക്കാണ് വനം മുറിച്ചുകൊണ്ടിരിക്കുന്നത്, അത്തരം കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ഉണ്ടാവുക. അതാണ് വനനശീകരണത്തിന്റെ ഹോട്ട്സ്പോട്ടുകൾ തിരിച്ചറിയാനും വനത്തിന്റെ ഘടനാ സ്ഥാനത്തെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കാനും മറ്റൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാക്കാം. പിന്നെ കാട്ടുതീയെ നേരിടാൻ ഫലപ്രദമായ സംവിധാനം സ്ഥാപിക്കുക. ഒരു ജസ്റ്റ് പോയിന്റ് പറഞ്ഞു പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അനധികൃതമായി മരങ്ങൾ മുറിക്കുന്നത് തടയാൻ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക. പിന്നെ കാർഷിക വനവൽക്കരണം, സാമൂഹിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക. അതായത് കാർഷിക വനവൽക്കരണം എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യത്തിനായിട്ടുള്ള മരങ്ങൾ ഉണ്ടാവും. അതിൽപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബർ, അതേപോലെ തന്നെ കൊക്കോ മരങ്ങള്, പിന്നെ കാപ്പി കൃഷി, ഇതൊക്കെ ഒരു ഭാഗത്ത് അത് വനമായിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അത് പിന്നെ കൃഷിയും കൂടിയാണ്. അതിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരും കൂടിയാണ് അഗ്രോ ഫോറസ്ട്രി എന്നാണ് പറയാം. അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൂടിയുണ്ട് എന്താണ് അഗ്രോ ഫോറസ്ട്രി എന്നുള്ളത്. പിന്നെ പ്രാദേശിക സമൂഹത്തിന് ഇന്ധനം, അതായത് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിറകുണ്ടല്ലോ, നമുക്ക് അടുപ്പ് കത്തിക്കാൻ ആവശ്യമായ വിറക്, പിന്നെ മറ്റു വീടിന്റെയും മറ്റൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള തടികള്, പിന്നെ കാലിത്തീറ്റകൾ, ഇതിനൊക്കെ വേണ്ടിയിട്ട് മരങ്ങൾ നട്ട് കാടുകൾ ഉണ്ടാക്കുക. പിന്നെ പങ്കാളിത്ത വനപരിപാലനവും അവകാശങ്ങളും എന്ന് പറഞ്ഞാൽ വനാസൂത്രണം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും ജനങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രൊജക്ടുകൾ നടപ്പിലാക്കണം. അതിന് കമ്മ്യൂണിറ്റിയുടെ പങ്കാളിത്തം നിർണായകമാണ്. തദ്ദേശീയ അവകാശങ്ങളും വനവാസികളുടെ പരമ്പരാഗത നിയമങ്ങളും അംഗീകരിക്കുന്നത് പരമ്പരാഗത നിയമപരമായ നിയമങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. സംയുക്ത വനപരിപാലന പരിപാടികൾ പശ്ചിമ ബംഗാളിലും ഹരിയാനയിലും വിജയകരമായ ഉദാഹരണങ്ങളുടെ വനങ്ങളുടെ കമ്മ്യൂണിറ്റി അധിഷ്ഠിത മാനേജ്മെന്റിന് പ്രോത്സാഹിപ്പിക്കും. അതായത് പിന്നെ ചില വനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആ നാട്ടിലെ അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയെയും മറ്റു അടുത്തുള്ള ജനങ്ങളുടെ ഒക്കെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിയിട്ടുള്ള പരിപാടികളാണ് സംയുക്ത വനപരിപാലന പരിപാടികൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വന പ്രതിഷ്ഠയും നവ വനം നിർമ്മാണം, മലയാളത്തിലാക്കുമ്പോഴുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റീഫോറസ്റ്റേഷൻ ആണ്. റീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ട് ടേംസ് ആണ്. രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് റീഫോറസ്റ്റേഷനും മറ്റൊന്ന് അഫോറസ്റ്റേഷനും. റീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് റീപ്ലാന്റിംഗ് ഫോറസ്റ്റ് ആണ്. അതായത് മുറിച്ചു മാറ്റപ്പെട്ട വനങ്ങളോ മറ്റൊക്കെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വനങ്ങളൊക്കെ വീണ്ടും അവിടെ മരങ്ങളും മറ്റും നട്ട് മുളപ്പിച്ചിട്ട് ആ വനത്തെ തന്നെ പുനരുൽപാദിപ്പിക്കുക. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാല് വനങ്ങളൊന്നും ഇല്ലാത്ത തരിശായിട്ടുള്ള പ്രദേശം, നേരത്തെ പറഞ്ഞ കെനിയയുടെ ഉദാഹരണം പറഞ്ഞല്ലോ, മരുഭൂമികളൊക്കെ ഉണ്ടാവും. അത്തരം പ്രദേശങ്ങളിലൊക്കെ പുതിയ വനങ്ങൾ ഉണ്ടാക്കുക, കുറെ തരിശായി കിടക്കുന്ന പ്രദേശം, അതാണ് അഫോറസ്റ്റേഷൻ. ഇത് രണ്ടും വരിക. അപ്പൊ കൃഷിക്കും ഖനനത്തിനും വേണ്ടി കഴിഞ്ഞ കാലത്ത് വെട്ടിമാറ്റിയ വനപ്രദേശം വീണ്ടും മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഇക്കോസിസ്റ്റങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനാണ് എന്താ പറയാ വനം പ്രതിഷ്ഠ അല്ലെങ്കിൽ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കട്ടോ, റീഫോറസ്റ്റേഷൻ എന്ന് ഉപയോഗിച്ചാൽ മതി. മറ്റൊന്ന് അഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിൽ പറയുമ്പോൾ നവ വന നിർമ്മാണം. അതായത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന അർത്ഥം ആ വേർഡിൽ തന്നെ ഉണ്ട്. ഇതിനു മുമ്പ് വനമില്ലാത്ത സ്ഥലങ്ങളിൽ പുതുതായിട്ട് വനങ്ങൾ സൃഷ്ടിച്ച് മൊത്ത വനാവരണം വർദ്ധിപ്പിക്കുക. അതാണ് മൊത്ത വനാവരണം എന്നല്ല, നമ്മൾ കാനോപ്പി എന്ന് പറയും, കാനോപ്പി ഓഫ് ഫോറസ്റ്റ്. കാലാവസ്ഥ മാറ്റം നേരിടുന്ന മാർഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് നവ വനനിർമ്മാണം. അപ്പൊ രണ്ടിന്റെയും പിന്നെ പ്രത്യേക വ്യത്യാസങ്ങളാണ് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ ഫോറസ്ട്രി ഉണ്ട്, പിന്നെ കാർഷിക അതേപോലെ തന്നെ അഗ്രോ ഫോറസ്ട്രി ഉണ്ട്. ഈ രണ്ട് ടേമുകളും കൂടിയാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് സോഷ്യൽ ഫോറസ്ട്രി? സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ പരമ്പരാഗത വനങ്ങൾക്ക് പുറത്തുള്ള വനവൽക്കരണത്തെയാണ് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്നത്. അതായത് സാധാരണ വനങ്ങളിൽ അതിന് പുറമെ ജനങ്ങളുടെ അല്ലെങ്കിൽ സാധാരണ ജനജീവനം ഉള്ള സ്ഥലങ്ങളിൽ തന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സാമൂഹികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വനം, ഇപ്പോ വിറകിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മറ്റ് എന്താ പറയാ കന്നുകാലികൾക്കുള്ള തീറ്റകൾക്ക് വേണ്ടിയിട്ടും മറ്റും അങ്ങനെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് ഈ സോഷ്യൽ ഫോറസ്റ്റ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ പ്രാദേശിക ഇനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ചരക്കുകളും സേവനങ്ങളും നൽകാൻ ലക്ഷ്യമിടുന്നു. 1976 ദേശീയ കാർഷിക കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ടിലും 1988 ദേശീയ വന നയത്തിലും ഗവൺമെന്റ് രണ്ട് പ്രധാനപ്പെട്ട ഇടപെടലുകൾ അതിനുണ്ടായിട്ടുണ്ട്. 26-ലും 88-ലും ഈ സോഷ്യൽ ഫോറസ്ട്രിയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നെ സാമൂഹിക സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിനായി പ്രാദേശിക സമൂഹങ്ങളെ സംഘടിപ്പിക്കുക, അതായത് റീജിയണൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ വന നിർമ്മാണത്തിനും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുക. അതിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ ഗ്രാമീണ സമൂഹത്തിന് അവർക്ക് വരുമാന മാർഗമായിട്ട് മറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഒരു മാർഗം. പിന്നെ സാമൂഹികവൽക്കരണത്തെ പ്രധാന മേഖലകൾ ഒന്ന് വരണ്ട കൃഷിയിടങ്ങൾ, അവിടെ കാറ്റ് തടയുന്നതിന് ചെടികളുടെ മതിൽ സ്ഥാപിക്കുക. അപ്പോ പിന്നെ കൃഷിയിടങ്ങളുണ്ട്, അവിടെ പൊടിക്കാറ്റുകൾ മറ്റൊക്കെ വരികയാണെങ്കിൽ അവിടെ ഒരു ഫെൻസ് ആയിട്ട് ഒരു ബയോ ഷെൽട്ടർ ആയിട്ട് ചുറ്റുഭാഗത്തും മതിൽ സ്ഥാപിക്കും. ഇപ്പോൾ ചിലപ്പോൾ തീര പ്രദേശങ്ങളിലൊക്കെ പൈൻ ഫോറസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ കടലിന്റെ അടുത്തൊക്കെ, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ റോഡരികൾ, റെയിൽവേ ലൈനുകൾ, കനാൽ തീരങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ ചില പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ഈ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ ഇരുഭാഗങ്ങളിലും തേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായത്. അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു വനമായിട്ടും പിന്നീട് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെട്ടിമുറിക്കാനും തുടങ്ങി. പഞ്ചായത്ത് ഭൂമി തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക, ഗ്രാമത്തിലെ പൊതുസ്ഥലങ്ങളിലും തരിശുനിലകളിലും അവിടേക്ക് മരങ്ങൾ നിർമ്മിക്കുകയാണ്. പിന്നെ സാമൂഹിക വനവൽക്കരണത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വന ഉൽപ്പന്നങ്ങളുടെ വിതരണം, ഇന്ധനം ആവശ്യത്തിന് വിറക്, മറ്റൊക്കെ കാലിത്തീറ്റ, തടി, അനുബന്ധ മറ്റു ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള ഗ്രാമീണ ആവശ്യങ്ങൾക്കും മറ്റു സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നു. മിക്ക വന ഉൽപ്പന്നങ്ങളിൽ നിന്നും വൃക്ഷങ്ങളിൽ നിന്നും വിഭവങ്ങളിൽ നിന്നും വരുമാനം വാഗ്ദാനം ചെയ്യുന്നു. സാമൂഹിക ഐക്യം, ഇങ്ങനെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ഇടപെടലുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു ഐക്യം, ഒരു ഹാർമോണിയസ് ലൈഫ് അവിടെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഭൂമി വീണ്ടെടുക്കലും തരിശായി കിടക്കുന്ന ഭൂമിക്ക് എങ്ങനെയും ഉപകാരപ്രദമായിട്ടുള്ള രൂപത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ പ്രകൃതി ഘടകങ്ങളുടെ സംരക്ഷണം, അതായത് കാറ്റും അതേപോലെ കടൽ ക്ഷോഭം അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്താനൊക്കെ മരങ്ങളെ നിർമ്മിക്കുക. മരുഭൂമിവൽക്കരണ നിയന്ത്രണം, ചില പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ഡിഫക്റ്റ് ആയിക്കൊണ്ടിരിക്കണം, അങ്ങനെ തരിശുകൾ, അപ്പൊ അത് മാറ്റി അവിടെ വനവൽക്കരണം കൊണ്ടുവരും. പിന്നെ മറ്റൊരു പോയിന്റ് നേരത്തെ പറഞ്ഞ പോലെ കാർഷിക വനവൽക്കരണം, അതായത് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയും. എന്താണ് അഗ്രോ എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. അഗ്രോ ഫോറസ്ട്രി ഇസ് ദ മാനേജ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ട്രീസ്, ക്രോപ്സ് ആൻഡ് ഓർ ലൈഫ് സ്റ്റോക്ക് ഓൺ ദി സെയിം പ്ലോട്ട് ഓഫ് ലാൻഡ്. ഇറ്റ് കമ്പൈൻസ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി, രണ്ടും കൂടിയാണ്. കമ്പൈൻ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി, പിന്നെ വനവൽക്കരണവും കൃഷിയും, ഇത് രണ്ടിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിനാണ് അഗ്രോ ഫോറസ്ട്രി എന്ന് പറയുന്നത്. കാർഷിക ഭൂമിയിലെ ട്രീ ഷെൽട്ടർ ബെൽറ്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ കടൽക്ഷോഭത്തിൽ നിന്നൊക്കെ കൃഷിഭൂമികളും മറ്റൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫെൻസ് പോലെ മരങ്ങൾ നട്ട് പിടിപ്പിക്കുക എന്നുള്ളത്. ഇത് കൃഷിയും വനവൽക്കരണവും സംയോജിപ്പിക്കുന്നു. ഭൂ ഉപയോക്താക്കൾക്ക് സാമൂഹിക, സാമ്പത്തികവും പാരിസ്ഥിതികവുമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനം വൈവിധ്യവൽക്കരിക്കുന്നതിനും നിലനിർത്തുന്നതും ചെയ്യുന്ന ചലനാത്മകവും പാരിസ്ഥിതിക അധിഷ്ഠിതവുമായ പ്രകൃതി വിഭവ മാനേജ്മെന്റ് സംവിധാനമാണിത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറെ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നു. അതോടൊപ്പം തന്നെ പ്രോഗ്രസീവ് ആണ്, പിന്നെ ചലനാത്മകമാണ്. അഗ്രോ ഫോറസ്ട്രി പ്രധാന സവിശേഷത എന്തൊക്കെയാണ്? കീ ഫീച്ചേഴ്സ്, ഒന്നത് പിന്നെന്താ പറയാ, വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസുകൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് വ്യത്യസ്ത സസ്യ ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള മരങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കുന്നു, ഒരേ മരങ്ങൾ മാത്രമല്ല. പിന്നെ മൊത്തത്തിലുള്ള വിളവ് വർദ്ധിപ്പിക്കാൻ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ അതിന്റെ ഗുണങ്ങൾ പറയുന്നത്, ഒന്ന്, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, മരങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കും. ഇപ്പൊ ചില കൃഷിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കൃഷി മണ്ണിൽ നിന്ന് വിളവെടുക്കുന്നുണ്ടെങ്കിലും അത് തിരിച്ചങ്ങോട്ട് ഒരു റീസൈക്ലിംഗ് ഉണ്ട്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബയോളജിക്കൽ ഒരു സൈക്കിൾ അവിടെ നടക്കുന്നുണ്ട്. എന്താ പറയാ, ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നാണ് അതിന് പറയാം. ന്യൂട്രിയൻ സൈക്ലിംഗ്, ആ സൈക്കിളിന്റെ അങ്ങനെ ഫലഭൂയിഷ്ഠ വർദ്ധിക്കും. മണ്ണിന്റെ ജൈവവസ്തുക്കളും ജൈവപ്രവർത്തനങ്ങളും നിലനിർത്തുന്നു. പിന്നെ മണ്ണിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നു, മണ്ണൊലിപ്പ് തടയുന്നു, മണ്ണിന്റെ ഈർപ്പം നിലനിർത്തുന്നു, ജൈവവസ്തുക്കളും വൃക്ഷ വേരുകളിലൂടെയും മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നു. അതാണ് പറഞ്ഞത് ആ ഒരു സൈക്ലിങ്ങിന്റെ ഭാഗമായിട്ട്. പിന്നെ അതാണ് പോഷക സൈക്ലിംഗ് എന്ന് പറയുന്നത്. ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നാണ് അതിന് പറയുന്നത് ഇംഗ്ലീഷിൽ. കൃഷിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ അടഞ്ഞ പോഷക സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ഈ മരങ്ങൾ
അതിന്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയും പിന്നീട് മണ്ണിലേക്ക് തന്നെ മറ്റു ഘടകങ്ങളായിട്ട് അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇത് പോഷകങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലേക്ക് നയിക്കുന്നു. നൈട്രജൻ ഫിക്സേഷൻ, മണ്ണിന് ആവശ്യമായിട്ടുള്ള നൈട്രജൻ കൊടുക്കുന്നു. പിന്നെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതാ പരിപാലനം, വരുമാന വൈവിധ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും മറ്റൊക്കെ വൈവിധ്യമാർന്ന രൂപത്തിലുള്ള വരുമാനങ്ങൾ, അത് പല ആവശ്യങ്ങൾക്കായിട്ട് ആ മരങ്ങളെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ വരുമാനത്തിന്റെ ഒരു പാർട്ടായിട്ട് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് വ്യത്യസ്തങ്ങൾ, അതിന്റെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും കൂടി ഒരു പോയിന്റ് ആക്കിയിട്ട് പറയാണ്. സോഷ്യൽ ഫോറസ്റ്റിംഗ്, കാർഷിക വനവൽക്കരണം. കുടിൽ വ്യവസായങ്ങൾക്ക് ഇന്ധനം, കാലിത്തീറ്റ, ചെറിയ തടി, അസംസ്കൃത വസ്തുക്കൾ എന്നിവ നൽകി ഗ്രാമീണ നഗര സമൂഹങ്ങൾക്ക് പ്രയോജനം നൽകുകയാണ് ലക്ഷ്യം. അതാണ് സോഷ്യൽ ഫോറസ്ട്രിയുടെ ഒരു ലക്ഷ്യം. രണ്ടാമത്തേത് ഗ്രാമീണ സമൂഹങ്ങളുടെ പ്രയോജനം, അതേ സമയത്ത് കാർഷികവൽക്കരണ കാർഷിക വിളകൾ, വൃക്ഷവിളകൾ, വനസസ്യങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങൾ എന്നിവയെ ഒരേ സമയം അല്ലെങ്കിൽ തുടർച്ചയായി സംയോജിപ്പിക്കുന്ന ഒരു സുസ്ഥിര ഭൂപരിപാലന സംവിധാനമാണ് അഗ്രോ ഫോറസ്ട്രി. പിന്നെ സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുമ്പോൾ ഗ്രാമീണ സമൂഹങ്ങളുടെ പ്രയോജനത്തിനായി ഒഴിഞ്ഞിടക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഭൂമിയിൽ വൻതോതിൽ പിന്നെ അല്ലെങ്കിൽ വലിയ തോട്ടങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത്തരം സ്ഥലങ്ങളിലാണ് മരങ്ങൾ ഉണ്ടാക്കുന്നത്. കാർഷിക വന ഉൽപാദനം വർദ്ധിപ്പിക്കാനായി പ്രാഥമികമായി കർഷകരുടെ സ്വന്തം ഭൂമിയിൽ ഇത് പരിശീലിപ്പിക്കുന്നു. പിന്നെ പ്രാഥമികമായി വനമേഖലകൾ വർദ്ധിപ്പിക്കുന്നതിന് തരിശുഭൂമികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സർക്കാർ അധിഷ്ഠിത പദ്ധതിയാണ് സോഷ്യൽ ഫോറസ്ട്രി. മറ്റേത് ഒരു യൂണിറ്റ് പ്രദേശത്തെ പരമാവധി ബയോമാസ് ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രാദേശിക മാനേജ്മെന്റിൽ ഉൾപ്പെടുന്നു. പ്രാദേശിക മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ കാർഷിക കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്കൊക്കെ ഒന്നിച്ച് ചെയ്യാവുന്ന സംഭവം. പിന്നെ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക, കൃഷിയെ സംരക്ഷിക്കുക, ഇന്ധന, വിറക്, കാലിത്തീറ്റ തുടങ്ങിയ ആനുകൂല്യം നൽകുകയാണ്. അതേപോലെ തന്നെ ഭക്ഷണം, കാലിത്തീറ്റ, ഇന്ധന, വിറക് രണ്ടിന്റെ ലക്ഷ്യങ്ങൾ ഒരേ രൂപത്തിൽ ഇടക്ക് കൂടിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒന്ന് കൃഷിയായിട്ട് കൂടിച്ചേരുമ്പോൾ അഗ്രോ ഫോറസ്ട്രി എന്ന് പറയും, മറ്റേത് സാമൂഹികമായിട്ടുള്ള കുറെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന ഫോറസ്റ്റേഷൻ ആകുമ്പോൾ അതിന് സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയും. അപ്പൊ ഇനി ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ സമയം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ചോദിക്കാവുന്ന എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ നോട്ട്സ് ഉപയോഗിച്ചാണ് ക്ലാസ് എടുക്കാൻ. മറ്റേത് സമയം കുറെ നമുക്ക് ചിലപ്പോൾ വീണ്ടും ഒരു ക്ലാസ്സും കൂടി ഈ ഒരു സബ്ജക്റ്റിന് കണ്ടക്ട് ചെയ്യേണ്ടി വരും. കാരണം ഇത് പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ജനറൽ റീഡിങ്ങിൽ നിന്നും മറ്റൊക്കെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളാണ്. നമ്മൾ പത്രവായനകൾ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്ന നോളേജുകൾ ഒന്ന് കമ്പൈൻ ചെയ്ത് ക്രോഡീകരിച്ച് ഒരു സബ്ജക്റ്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ഇത് പഠിക്കുന്നത്. അതാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധ ഈ പഠനത്തിന്റെ ഇടയിൽ കൊടുക്കണം. മറ്റു വായനകളിൽ സോഷ്യൽ മീഡിയകളും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ എന്റർടൈനിങ് പർപ്പസുകൾ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇത്തരം നോളജ് ലഭിക്കുന്ന പേജസും അത്തരം പിന്നെ ലിങ്കുകളൊക്കെ ഉണ്ടാവും, അതും കൂടി ഉപയോഗപ്പെടുത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോ ഓക്കെ അല്ലേ? നമുക്ക് അതിന്റെ പേര് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ പേര്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.